പറയാനുള്ള കാരണം അതാ, നിങ്ങളൊന്നും ചിന്തിക്കില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇസ്ലാമികമായി സനാതന മൂല്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് സദാചാര ബോധമില്ലാതെ വിശുദ്ധ ദീനുൽ ഇസ്ലാം വെട്ടിത്തെളിച്ചു തന്ന ധർമ്മവീതികളും കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിന്റെ മൂല്യശോഷണങ്ങളിലൂടെ, ജീവിതത്തിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി ഹറാമുകൾ പോലും പ്രവർത്തിച്ചുകൊണ്ട് സുന്ദരമായ ഹറാമുകളിലൂടെ, അതിക്രമങ്ങളിലൂടെ ആനന്ദം നേടിക്കൊണ്ട് കിടന്നുറങ്ങുന്ന പാതിരാത്രികളുണ്ടല്ലോ. നിങ്ങൾ പകൽ സമയത്ത് ചെയ്യുന്ന അതിക്രമത്തിന് വില നൽകേണ്ടി വരുന്നത് രാത്രികളിലായിരിക്കും, പാതിരാവുകളിലായിരിക്കും. നിങ്ങളെ ഭൂമികളെ ചുട്ടെടുത്ത് കളയും അല്ലാഹു തആല പാതിരാത്രികളിൽ. രാത്രി സുഖമായി കിടന്നുറങ്ങുന്ന നിങ്ങൾ രാവിലത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോ ഭൂമി ലോകത്ത് നിങ്ങൾ ബാക്കിയുണ്ടാവില്ല. അതിനു മുമ്പ് ചോരക്കളമാക്കി തകർത്ത് കളയും നിങ്ങളുടെ ഭൂമികളെ. കാരണം അതിനു മാത്രം അതിക്രമങ്ങളാ നിങ്ങൾ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന സദൂം ഗോത്രം ഏറ്റവും അധികം അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത് പാതിരാത്രികളിലാണ്. പാതിരാത്രികളിലാണ് അദാബ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. സദൂം ഗോത്രം ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന വിശാലമായ ഒരു നാട്ടിലെ ജനങ്ങളാ സദൂം ഗോത്ര നിവാസികൾ. 10,000 വരുന്ന മനുഷ്യ മക്കൾ. ഈ തെങ്ങിന്റെ അത്ര ഉയരം വരും. പന പോലത്തെ നട്ടലുള്ളവർ, വടവൃക്ഷം പോലത്തെ കാരിരുമ്പിന്റെ ഉരുക്ക് ശരീരങ്ങളുള്ളവർ. ഇവരെന്ത് ചെയ്തുവെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അള്ളാഹു പ്രകൃതിപരമായി മനുഷ്യ സഹജമായി തന്നെ ഒരുപാട് കഴിവുകളും അതുപോലെ തന്നെ ആരോഗ്യപരമായി ഒരുപാട് നേട്ടങ്ങളും അവർക്ക് അള്ളാഹു തആല നൽകിയതിന്റെ പേരിൽ അവയും സ്വയം പര്യാപ്തരാണെന്ന് അവര് തന്നെ അങ്ങ് വിശ്വസിച്ചു. അവര് വിശ്വസിച്ചപ്പോ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മുഴുവനെയും അവര് കാറ്റിൽ പറത്തി. എന്ന് മാത്രമല്ല, ശിർക്കിന്റെ ഉള്ളറകളിലൂടെ ജീവിച്ചുകൊണ്ട് ഹൃദയത്തെ മുഴുവനെയും നരകത്തിന്റെ കനൽക്കട്ടകളാക്കി മാറ്റിയപ്പോ അവരിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിലൂടെ വിശുദ്ധമായ സ്വർഗത്തിന്റെ അവാച്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മൃതികളിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അവരിലേക്ക് അവതീർണരായ പരിശുദ്ധരായ പ്രവാചകന്മാരുടെ ശാസ്ത്രവം പുലർത്തുക മാത്രമല്ല, ആ പ്രവാചകന്മാരെ അറും കൊല ചെയ്യുക പോലും ചെയ്തു ഈ കിരാതന്മാരായ സദൂം ഗോത്രത്തിന്റെ 10,000 വരുന്ന മനുഷ്യ മക്കൾ. അത്തരത്തിലുള്ള അതിക്രമങ്ങൾ അവർ പ്രവർത്തിച്ചു. ഒരു പരിധിയില്ലേ, ഇത് അതിനും അപ്പുറത്തിലേക്ക് കടന്നു ചെന്നു. അവസാനം അവർ അള്ളാഹ്ക്കെതിരെ തിരിഞ്ഞു. അള്ളാഹ്ക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ആ യുദ്ധം അവരുടെ ധർമ്മയുദ്ധമായി അവർ മനസ്സിലാക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തു. എന്ത് ചെയ്യാം? ഒരു മനുഷ്യന് താങ്ങുന്നതിന്റെ അപ്പുറമുള്ള അഹങ്കാരികളായി അവർ മാറിയപ്പോ ആകാശ ലോകത്തുള്ള അള്ളാഹുവിന്റെ സൈനിക വ്യൂഹമാകുന്ന മലായികത്തുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതമാക്കി അള്ളാഹുവിന്റെ സൈനിക വ്യൂഹമാകുന്ന മലക്കുകളുടെ സൈനിക കമാൻഡറാകുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല നിർദ്ദേശം നൽകി, ജിബ്രീൽ ഭൂമിയിലേക്ക് പോവുക, സദൂം ഗോത്രം ജീവിക്കുന്ന ഭൂമിയിലേക്ക് എത്തുക, നാളത്തെ പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് സർവരെയും തകർത്ത് തരിപ്പണമാക്കുക. ഇനി അവർക്കൊരു തുള്ളി വെള്ളം എന്റെ ഭൂമിയിൽ നിന്ന് കുടിക്കാൻ അവകാശമില്ല, ഒരു പിടി ഭക്ഷണം തിന്നാനുള്ള അവകാശമില്ല, ഒരു ശ്വാസം ഉച്ഛസിക്കാനുള്ള അവകാശം പോലുമില്ല. അതുകൊണ്ട് തീർത്തേക്കാൻ പറഞ്ഞു. നിർദ്ദേശം കിട്ടി. എന്ത് ചെയ്തുവെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലക്ഷക്കണക്കിന് വരുന്ന സൈന്യങ്ങളാകുന്ന മലക്കുകളെ വിളിച്ചുകൊണ്ട് എയർഗണ്ണുകളും കയ്യിൽ നൽകിക്കൊണ്ട് ബോംബർ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി സദൂം ഗോത്രത്തിന്റെ മുകളിലേക്ക് യുദ്ധപ്രഖ്യാപനത്തോടുകൂടി കടന്നു വരികയല്ല ജിബ്രീൽ ചെയ്തത്. സാക്ഷാൽ ജിബ്രീൽ എന്ന മലക്ക് ആകാശത്ത് നിന്ന് ഭൂമിയിലെത്തി. പാതിരാത്രി അവസാനിക്കുന്നതിന് മുമ്പ് സദൂം ഗോത്രം ജീവിക്കുന്ന വിശാലമായ ഭൂമികയിലേക്ക് വന്ന് നിറഞ്ഞു നിന്നു. അന്തരീക്ഷം നിറഞ്ഞു നിന്നു. കൂർക്കം വലിച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുന്നു. അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളാകുന്ന സദൂം ഗോത്രത്തിന്റെ വൃക്ഷത്തിന് സമാനമായ 10,000 വരുന്ന മനുഷ്യ മക്കൾ. അവരൊന്നും അറിയാതെ സ്വപ്നലോകത്തേക്ക് അവർ ആത്മാവിനെ പറത്തിവിട്ടുകൊണ്ട് സുഖമായി സുഖനിദ്രയിൽ ആലയിച്ചു കഴിയുമ്പോ അവരുടെ മുകളിലേക്ക് വന്നു നിന്ന ശക്തനായ ജിബ്രീൽ അലൈഹിസ്സലാം ധോ എന്നവരൊറ്റ അട്ടഹാസം നടത്തി. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുത്തഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ജിബ്രീലിന്റെ കേവലം ഒരൊറ്റ അട്ടഹാസം മതിയായിരുന്നു അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായ സദൂം ഗോത്രം ജീവിക്കുന്ന ഭൂമിയടക്കം ചടുലമാക്കി തകർത്ത് തരിപ്പണമാക്കാൻ. ആ ഒരൊറ്റ അട്ടഹാസം താങ്ങാനുള്ള ശേഷി സദൂം ഗോത്രത്തിന്റെ ഭൂമിക്ക് കഴിഞ്ഞില്ല. എന്ത് സംഭവിച്ചുവെന്നറിയോ? അറബിക്കടലിന്റെ ഉള്ളറയിലേക്ക് ദിവസത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടുന്നതിന്റെ
ജനങ്ങളുടെ ഇടയിൽ തന്റെയും തന്റെ ആശ്രിതരുടെയും പള്ള നിറക്കാൻ വേണ്ടി പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയില്ലേ, ഉൾക്കടലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് വരുന്ന കടൽക്ഷോഭത്തിൽ പെട്ടുകൊണ്ട് 15-20 മീറ്ററുകൾ ഉയരങ്ങളിലേക്ക് അലയടിച്ചു പൊങ്ങുന്ന തിരമാലകളിൽ പെട്ടുകൊണ്ട് 1.5 മീറ്റർ നീളമുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ തോണി ഏത് പ്രകാരം നിയന്ത്രണം വിട്ട് ആടിയുലയുമോ അതേപോലെ 10,000 വരുന്ന മനുഷ്യ മക്കളെയും വെച്ചുകൊണ്ട് അവര് ജീവിക്കുന്ന ഭൂമിക ജീവിതയിലെ അട്ടഹാസം താങ്ങി നിൽക്കാതെ ചടുലമാടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അധിക നേരം നീണ്ടുപോയില്ല. ഉറക്കിൽ നിന്ന് ഉറക്കച്ചടവിൽ നിന്ന് ഞെട്ടിയുണർന്നുകൊണ്ട് വിലാപത്തോടുകൂടി ഒരുമിച്ച് ചേരുന്നതിന് മുമ്പ് അവരെ കൊണ്ട് ഭൂമി വിസ്ഫോടന ശബ്ദത്തോടെ തകർന്ന് അടിയിലേക്ക് ആണ്ടുപോയെങ്കിൽ നാളെ ഭൂമിക്ക് എന്ത് സംഭവിക്കും ലോകത്തിന് തന്നിട്ടേ ഇല്ല, പിടികിട്ടില്ല. അള്ളാഹു വ്യക്തമാക്കി തന്നിട്ടില്ല. നബി തങ്ങൾ പഠിപ്പിക്കുന്നു. 2 3 എപ്പ മഴ പെയ്യും? ഇപ്പൊ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, സാധ്യതയില്ല. 2-3 ദിവസം മഴ പെയ്യാൻ സാധ്യതയുണ്ട്, സാധ്യതയില്ല. നമ്മുടെ നിരീക്ഷകർക്ക് ഇതേ പറയാൻ പറ്റൂ, ഇത്രേ കിട്ടൂ, കൃത്യമായിട്ട് പറയാൻ പറ്റൂല. അള്ളാഹ് വെളിവാക്കി തന്നിട്ടില്ല. മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എത്ര ദിവസമാ കാത്തിരുന്നത്? ഒരുപാട് പ്രവചനങ്ങൾ വന്നു, അത് മുഴുവനെയും തെറ്റിച്ചുകൊണ്ട് മഴ തിരിച്ചുപോയി. അവസാനം ഇത്തവണത്തെ നിരീക്ഷകർ പോലും പറഞ്ഞതാണ്, ഇത്തവണ കാലവർഷം നമുക്ക് കുറവായിരിക്കും. നേരെ വിരുദ്ധമായി. 80% മഴ ഇപ്പൊ കൂടുതലാണ് നമുക്ക് കിട്ടിയിരിക്കണം. ആദ്യം അവർ പറഞ്ഞത് മഴ കുറയും, കേരളത്തിന്റെ 10 ജില്ലകളെ സാരമായി ബാധിക്കും വരൾച്ച എന്നാ പറഞ്ഞത്, മഴ കുറഞ്ഞിട്ട്. പക്ഷേ നേരെ തിരിഞ്ഞു. എപ്പോ മഴ പെയ്യും, എത്ര പെയ്യും, ഒരാൾക്കും പറയാൻ കഴിയില്ല. സൂറത്തുൽ മുൽക്കിലൂടെ വെള്ളം വെച്ചല്ല വെല്ലുവിളിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ വില നമ്മൾ അറിഞ്ഞല്ലോ. മഴയില്ലാതായപ്പോ വെള്ളത്തിന്റെ വില നമ്മൾ അറിഞ്ഞല്ലോ. സൂറത്തുൽ മുൽക്ക് നമ്മൾ നിരന്തരം ഓതലും ഇന്നഹാ മുൻജിയ തുൻജി സ്വഹിബഹാ മിൻ അദാബിൽ ഖബർ. ആ സൂറത്ത് രക്ഷയുടെ കവചമാണ്. അത് നിരന്തരം ഓതുന്നവരെ ഖബറിന്റെ ഉള്ളറയിലുള്ള ഭീകരതകളിൽ നിന്ന് ആ സൂറത്ത് രക്ഷപ്പെടുത്തുമെന്ന് ലോകത്തിന്റെ മുത്തഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സൂറത്തുൽ മുൽക്ക് അല്ലാഹു തആല തീർത്തുന്നത് വെള്ളത്തെക്കുറിച്ച് ലോകത്തോട് വെല്ലുവിളിച്ചിട്ട്. അപ്പോ വലായാലമു മത്തായി ഏത്തിൽ മത്തറു അഹദുൻ ഇല്ലല്ലാ, എപ്പോ മഴ പെയ്യും വ്യക്തമായ ഒരു തീരുമാനം പറയാൻ ലോകത്തിന്റെ സാധ്യമേ അല്ല, അല്ലാഹുവല്ലാതെ. 4ാമത്തെ വിവരം വലാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്. എപ്പോ മരിക്കും, എവിടെ വെച്ച് മരിക്കും, ആർക്ക് പറയാം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലെ മാലിക് ദീനാർ പള്ളിയുടെ ചാരത്ത് താമസിക്കുന്ന നവാസ് എന്നു പേരുള്ള 25ഓളം വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിന്റെ അസഖ്യമായ രോഗവും വേദനയും സഹിക്കവയ്യാതെ തൊട്ടടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലുകളൊക്കെ സമീപിച്ചിട്ടും വേദനയ്ക്ക് അറുതി വരാത്തതിന്റെ പേരിൽ മംഗലാപുരത്ത് അറിയപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് ഈ മകൻ സ്വന്തം ഡ്രൈവ് ചെയ്ത് ഉമ്മയെ ബേക്കിൽ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത് ഉമ്മയുടെ ആത്മാവിന് വേണ്ടി, ഉമ്മയുടെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന പൊന്നുമോൻ അറിഞ്ഞില്ല, തന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിൽ തന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അസ്രായീൽ വന്നിട്ടുണ്ട് എന്ന സത്യം ഈ പൊന്നുമോൻ അറിഞ്ഞില്ല. കുറെ ദൂരം യാത്ര ചെയ്തു. കുറെ കഴിഞ്ഞപ്പോ ഇടതുവശത്തെ നെഞ്ചിന്റെ ഉള്ളറയിൽ എവിടെയോ ഒരു വേദനയുടെ പിടച്ചിൽ പോലെ. ആ വേദന കൂടി അസഖ്യമായി. വണ്ടി നിർത്തി. ഉമ്മ ഇടയ്ക്കെങ്ങാനം മരിക്കുകയാണെങ്കിൽ കുടിക്കണമെന്ന് കരുതി ഉമ്മ തന്നെ കരുതിയിരുന്ന വെള്ളം എടുത്ത് മോന് കൊടുത്തു കുടിക്കാൻ. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. മോൻ കുടിച്ചു, സമാധാനായി. വീണ്ടും വാഹനം വെച്ചു. ഈ അടുത്ത സമയത്ത് വീണ്ടും വാഹനം വിട്ടു. ദുആ ചെയ്യാൻ വേണ്ടി എന്നോട് വിളിച്ചറിയിക്കുകയുണ്ടായി. അവസാനം വീണ്ടും വാഹനം വിട്ടു. കുറെ ദൂരം ചെന്നു. വണ്ടി നിശ്ചലം റോഡരികിലേക്ക് മാറി നിന്നു. പെട്ടെന്ന് ഉമ്മയ്ക്ക് സംശയം കിട്ടി. മോനെ വിളിച്ചു. മോൻ വിളിയേക്കുന്നില്ല. പെട്ടെന്ന് പുറത്തിറങ്ങി അലറി വിളിച്ചു. സഹയാത്രികർ വണ്ടികൾ നിർത്തിയിട്ട് ഓടിയെത്തി. ഡോർ തുറന്നു നോക്കുമ്പോ ശരീരത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരുന്ന ആത്മാവിന്റെ അവസാന കണം പോലും ആത്മാവിന്റെ വിശ്രമ സങ്കേതത്തിലേക്ക് പറന്നു പോകുന്ന അവസാനത്തെ നോട്ടവും നോക്കിക്കൊണ്ട് നിശ്ചലം നിൽക്കുന്ന നവാസിന്റെ ശരീരം കണ്ട് കാസർഗോഡ് ജില്ലയിലെ സഹോദരങ്ങൾ ഞെട്ടിപിറച്ച് ദുഃഖത്തിലായി പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വലാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്, നമ്മളോടുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപനം. 5ാമത്തെ വിവരം വലാ യഅലമു മത്താ തഖൂമു സ്സാഅ, എപ്പോഴാണ് ലോകം അവസാനിക്കുക. ഇവിടെ നമ്മളെ പോയിന്റ്, എപ്പോഴാണ് ലോകം അവസാനിക്കുക? 2012 ചിത്രീകരണം വെച്ചുകൊണ്ട് ലോകത്തെ വിഡ്ഢികളാക്കാൻ പലർക്കും സാധിക്കും. മായൻ കലണ്ടറിന്റെ 2016 പറഞ്ഞിട്ട് പലർക്കും വിഡ്ഢികളാക്കാൻ സാധിക്കും. 13 പറഞ്ഞവരുണ്ട്, 16 പറഞ്ഞവരുണ്ട്. അനുമാനങ്ങളിൽ എത്താമെന്നല്ലാതെ ഒരു കുലുക്കുമ്പോൾ ഒന്നുമില്ല. നമ്മൾ കണ്ടറിഞ്ഞല്ലേ. 2012 പോലും ഇവിടെ പേടിച്ചവരുണ്ട്. ലോകം അവസാനിക്കുമോ എന്ന് പേടിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പത്രം വായിച്ചിട്ടുണ്ടാവുമല്ലോ.
ഞാൻ പത്രം കണ്ടിട്ടുള്ളത്, നിങ്ങളല്ലാതെ ചിലപ്പോൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ഇരുന്നവരല്ലേ, മനസ്സിലാക്കി കാണുമല്ലോ. രാത്രി നേരത്ത് ഒരുമിച്ച് കൂടിയവരും പേടിച്ചവരും ഒക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ലാ യഅലമു മത്താ തഖൂമു സ്സാഅ, ലോകം എപ്പോഴാ അവസാനിക്കുക വ്യക്തമേ അല്ല, വിവരിച്ച് തന്നിട്ടില്ല. അറിയിക്കപ്പെട്ടവർ അവിടെ തന്നെ മറച്ചു, അല്ലാഹ് വെളിവാക്കി തന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക. പക്ഷെ അത് സംഭവിക്കില്ലേ? സംഭവിക്കും തീർച്ച. ഇന്ന സ്സാഅത ലആതിയത്തുൻ ലാ റൈബ ഫീഹാ, ഒരു സംശയം വേണ്ട, ലോകം അവസാനിക്കും. ആ ലോകം അവസാനിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കും അത് വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, വിശുദ്ധ ഖുർആൻ പറയുന്നു ലോകം അവസാനിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും. ലോകം അവസാനിക്കുന്ന ആ നാളിൽ നമ്മളുണ്ടെന്ന് കരുതിക്കോ. നമ്മൾ അവിടെ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന അനുഭവങ്ങളെ ഖുർആൻ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. യൗമ തകൂനുസ് സമാഉ കൽമുഹിൽ وتكون الجبال كالعهن ولا يسأل حميم حميما. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു ഇദ ശംസു കുവിറത് വഇദ നുജൂമു ഖദറത് വഇദൽ ജിബാലു സുയിറത് വഇദൽ ഇസാറു ഉത്ലത് വഇദൽ വുഹൂശു ഹുസിറത് വഇദൽ ബിഹാറു സുജ്ജിറത്. ഇങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആൻ ലോകം അവസാനത്തിന്റെ ഭീകരത പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്താണ് ഖിയാമത്ത് നാളിന്റെ ഭീകരതയായി ഭൂമി അനുഭവപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞോ? കേവലം 2012 ചിത്രീകരണങ്ങളിലൂടെ നീ കണ്ട വിവരങ്ങൾ വെച്ചുകൊണ്ട് ലോകം അവസാനിക്കുന്നുവെന്ന അല്ലാഹുവിന്റെ അലംഘനീയമായ തീരുമാനത്തിന്റെ വിപ്ലവത്തെ വിലയിരുത്തണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അർശെന്ന ആകാശ ഗംഗകൾക്കപ്പുറമുള്ള അല്ലാഹുവിന്റെ രാജകീയ സിംഹാസനമായ അർശെന്ന ഗോളമുണ്ടല്ലോ, പരിശുദ്ധമായ മെഹറാജിന്റെ പൊൻസുദിനത്തിൽ ലോകത്തിന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട വസറൈതു ലൈലൻ ലാ യസാലു ബഹീമാ فوق البراق مسرجا مذموما ترقى يسائرك الأمين نديما تعلو لحضرة قدسه تقديما. ആ മെഹറാജിന്റെ പൊൻസുദിനത്തിൽ അർശ് കണ്ട ഇസ്രാഫീലിനെ കണ്ട മുത്ത് ഹബീബ് തങ്ങൾ ലോകത്തോട് വിവരിച്ചു തന്നു. അർശിന്റെ ചുവട് ഭാഗം വരെ തലയെത്തി നിൽക്കുന്ന വലിയൊരു മലക്കുണ്ട്. ഇസ്രാഫീൽ എന്നാണ് ആ മലക്കിന്റെ പേര്. ആ മലക്കിന്റെ മുമ്പിൽ ഒരു കാഹളമുണ്ട്. സൂർ എന്നാണ് ആ കാഹളത്തിന്റെ പേര്. ആ കാഹളത്തിന്റെ രൂപം നാൽക്കാലികളുടെ കൊമ്പ് പോലെ വളഞ്ഞിരിക്കുന്ന രൂപത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ കൺട്രോള് പിൻവലിക്കാൻ തീരുമാനിക്കുമ്പോ, ഈ പ്രപഞ്ചത്തിന്റെ കടിഞ്ഞാൺ അല്ലാഹു അറുത്ത് വിടാൻ തീരുമാനിക്കുമ്പോ, ആ ഇസ്രാഫീൽ എന്ന മലക്കിനോട് ആ കാഹളത്തിലേക്ക് ഒന്നൂതാൻ പറയുന്നു. ആ മലക്ക് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഊതുന്നു. ഈ ഭൂമിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? ഈ ചെമ്പടന്തിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? യൗമ തകൂനുസ് സമാഉ കൽമുഹിൽ. ആ ഊതലിന്റെ ഭീകരത കാരണം ഈ ഭൂമിക്ക് വ്യതിയാനം സംഭവിക്കും നബിയേ. ഈ ആകാശം ഉരുകാൻ തുടങ്ങും റസൂലുള്ളാഹ്. അത് ഉരുകിയ ലാവ പോലെ, ഉരുകിയ ലോഹം പോലെയായി മാറും നബിയേ. ഈ ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന എവറസ്റ്റ് കൊടുമുടി അടക്കമുള്ള വലിയ വലിയ ആകാശത്തോളം വലിപ്പമുള്ള വലിയ വലിയ പർവ്വത സമുച്ചയങ്ങളുണ്ടല്ലോ, അത് കേവലം മഞ്ഞിക്കട്ടകൾ പോലെ, കേവലം പഞ്ഞികൾ പോലെ ധൂളികളായി അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കും തങ്ങളെ. അങ്ങനെ ആകാശം പൊട്ടിയൊലിക്കുമ്പോ ഭൂമിയിലെ പർവ്വതങ്ങൾ പോലും അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുമ്പോ വലാ യുസ്അലു ഹമീമുൻ ഹമീമാ.
ഭൂമിയിൽ എവിടെ ക്ഷേമം അന്വേഷിക്കാൻ ബന്ധുക്കൾക്ക് സമയം? ഒരു മകനും ഒരു ബാപ്പയെ കാണുമ്പോൾ ക്ഷേമം അന്വേഷിക്കാറില്ല. ഒരു ഉമ്മയും മകളെ കാണുമ്പോൾ ക്ഷേമം അന്വേഷിക്കാറില്ല. ഒരു ബന്ധുക്കളും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ക്ഷേമം അന്വേഷിക്കാറില്ല. കാരണം എല്ലാവരും ഭയചകിതരാണ്, എല്ലാവരും വെപ്രാളത്തിലാണ്, എല്ലാവരും ഭയത്തിലാണ്. ഇത് ശംസു കൂവിറത് വൈദൻ നുജൂമുൻ ഖദറത് വൈദൽ ജിബാലു സുയിറത് വൈദൽ ഇശാറു ഉത്ലത് വൈദൽ വുഹൂശു ഹുശിറത് വൈദൽ ബിഹാറു സുജ്ജിറത്. നബിയേ, ഇത് ശംസു കൂവിറത്, അന്നേ സൂര്യന്റെ കഥ എന്താണെന്നറിയുമോ നബിയേ? അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് 370 കോടി താപം കൊണ്ട് തിറഞ്ഞു നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ഈ സൂര്യൻ കേവലം 1% മാത്രമേ 370 നിന്ന് ഭൂമിക്ക് ചൂട് തരുന്നുള്ളൂവെങ്കിൽ ആ ഒരു ചൂട് പോലും താങ്ങാനുള്ള ശേഷിയില്ലാത്തവരാണ് നമ്മളെങ്കിൽ ഇത്രയും വലിയ കത്തിജ്വലിക്കുന്നതിന്റെ ഭീകര സങ്കേതമാകുന്ന സൂര്യനെ സംബന്ധിച്ച് അല്ല പറയുന്നു, ഇത് ശംസു കൂവിറത്, ആ സൂര്യൻ കെട്ടുപോകും നബിയേ. അത് കെട്ടടങ്ങിക്കൊണ്ട് അതിന്റെ അദൃശ്യ കൺട്രോളുകൾ അറുത്തു മുറിക്കപ്പെട്ട തരത്തിൽ അത് ഭൂമിയിലേക്ക് ഉതിർന്നു പോകും. റസൂലുള്ളാഹ് വൈദൻ നുജൂമുൻ ഖദറത, ഒരു പന്തലിനകത്ത് ഘടിപ്പിക്കപ്പെട്ട നിയോൺ ബൾബുകളെ പോലെ ആകാശത്തിന്റെ തെളിഞ്ഞ പെരുമാറിൽ ഘടിപ്പിക്കപ്പെട്ട തരത്തിൽ അല്ലാഹു തആല ഭൂമിയിലുള്ളവർക്ക് സൗരഭ്യവും ആകർഷണീയതയും വർണ്ണശബളതയുമായി മാറ്റിയിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന താരകങ്ങളുണ്ടല്ലോ, ഈ താരക കൂട്ടങ്ങൾ ഒന്നായി നിലംപതിക്കും നബിയേ. അത് വിസ്ഫോടനാത്മക ശബ്ദത്തോടുകൂടി ഭൂമി മണ്ണിലേക്ക് തകർന്നു വീഴും. റസൂലുള്ളാഹ് വൈദൽ ജിബാലു സുയിറത്, പർവ്വതങ്ങളൊക്കെ കാറ്റത്താടുന്ന അപ്പുപ്പന്താടി പോലെ പറപറന്ന് നടക്കും. വൈദൽ ഇശാറു ഉത്ലത്, അന്നേ ദിവസം റോൾസ് റോയ്സിനെ കെട്ടിപ്പിടിക്കാൻ മനുഷ്യനുണ്ടാവില്ല, സ്വർണ്ണത്തെ നെഞ്ചോട് ചേർക്കാൻ പെണ്ണുണ്ടാവില്ല, മെഴ്സിഡസ് ബെൻസിന്റെ എന്നുള്ള ആഗ്രഹം മനുഷ്യനുണ്ടാവില്ല, 10ഉം 15ഉം നിലയുള്ള അവന്റെ കെട്ടിടങ്ങളെ കുറിച്ചുള്ള ചിന്ത മനുഷ്യന് വരില്ല. മനുഷ്യൻ തകരുമ്പോ, ആകാശം പൊട്ടി വീഴുമ്പോ, ഭൂമി ചടുലക്കലമാകുമ്പോ എന്ത് റോൾസ് റോയ്സ് മനുഷ്യന്, എന്ത് സ്വപ്നങ്ങൾ മനുഷ്യന്. ചീട്ടുകൊട്ടാരമായി അവന്റെ മുമ്പിൽ ഭൂമി തകർന്നുകൊണ്ടിരിക്കുമ്പോ ഇല്ല, കഴിയില്ല നബിയേ. വൈദൽ വുഹൂശു ഹുശിറത്, അന്നേ ദിവസത്തിന്റെ ഭീകരത പഠിപ്പിക്കുന്നു. ഒരു 2013 ചിത്രീകരണത്തിലൂടെ ലോകത്തിന്റെ അവസാനം മനസ്സിലാക്കണ്ട എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ. കാട്ടിന്റെ ഉള്ളറയിൽ മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് ജീവിക്കുന്ന വന്യമൃഗങ്ങൾ, ആ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വൈദൽ വുഹൂശു ഹുശിറത്, പേടിച്ചരണ്ട വിസ്ഫോടന ശബ്ദം കേട്ട് തകർന്നുപോയ കാട്ടിന്റെ ഉള്ളറയിലെ വന്യജീവികൾ പോലും അഭയത്തിന് വേണ്ടി മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും നബിയേ. എന്നിട്ട് പൂച്ചക്കുട്ടികളെ പോലെ മനുഷ്യന്റെ ഇടയിലൂടെ അഭയം തേടും നബിയേ. വൈദൽ ബിഹാറു സുജ്ജിറത്, വിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിക്കുന്നു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭീകരത വിശുദ്ധ ഖുർആന്റെ ആയത്തോതുമ്പോ തന്നെ കേൾക്കുന്നില്ലേ? ആ ഭീകരത വിശുദ്ധ ഖുർആന്റെ ശബ്ദം തന്നെ തരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളത് വതലഉ ദാതു ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ഭൂമി തകർന്നുകൊണ്ടിരിക്കുമ്പോ ഭൂമിയിലുള്ള ജിന്നവർഗം മനുഷ്യനോട് പറയുന്നു, മനുഷ്യരെ ഇവിടെ രക്ഷയില്ല, ഇനി ഭൂമിയിൽ രക്ഷയില്ല, അതുകൊണ്ട് നമുക്ക് സമുദ്രത്തിലേക്ക് പോകാമെന്ന് പറയുന്നു. പറക്കാൻ ചിറകില്ലാത്ത മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോ മനുഷ്യരോട് സലാം പറഞ്ഞുകൊണ്ട് ജിന്നവർഗം കൂട്ടത്തോട് സമുദ്രത്തിന്റെ ഉള്ളറയിലേക്ക് രക്ഷയ്ക്ക് പോകുന്നു. അല്ലാഹു തആല നബിയോട് പറയുന്നു, നബിയേ
ഈ പ്രപഞ്ചത്തിന്റെ കടിഞ്ഞാണെങ്ങാനും നമ്മൾ അറുത്ത് വിട്ട് കളഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോൾ എങ്ങാനും നമ്മൾ പിൻവലിച്ചു കളഞ്ഞാൽ, ഏത് സമുദ്രമാണ് ഇവർക്ക് രക്ഷ നൽകുക നബിയേ? വൈദൽ ബിഹാറു സുജ്ജിറത. ഇവര് സമുദ്രങ്ങളിലെത്തുമ്പോ സമുദ്രം മുഴുവനും കത്തുകയാണ് പ്രിയപ്പെട്ടവരെ. പെട്രോൾ ടാങ്കറുകൾക്ക് തീപിടിച്ചതുപോലെ, ഡീസൽ ടാങ്കുകൾക്ക് തീപിടിച്ചതുപോലെ ഭൂമിയിലെ 75% ജലസ്രോതസ്സുകൾ മുഴുവനും തീഗോളമായി കത്തിയമരുന്നു. അവിടെയും രക്ഷയില്ലാതായ ജിന്നുവർഗം പറന്നുകൊണ്ട് ആകാശത്തിലേക്ക് കടന്നു പോകുന്നു. ആകാശമെങ്കാരം അവർക്ക് അഭയം നൽകുമോ എന്ന് കരുതിയിട്ടവർ ആകാശത്തേക്ക് പറന്നു പോകുന്നു. അല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ, ഈ പ്രപഞ്ചം നമ്മൾ ചടുലമാക്കാൻ തീരുമാനിച്ചാൽ ഏതാകാശമാണ് ഇവർക്ക് അഭയം നൽകുക നബിയേ? ഒരാകാശവും ഇവർക്ക് അഭയം നൽകാനില്ല നബിയേ. ഇവരാകാശത്തിലേക്ക് അഭയം തേടുമ്പോ ആകാശത്തിന്റെ കഥ എന്തെന്നറിയോ? യൗമ നത്വി السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ആകാശത്തെത്തുമ്പോ ആകാശത്തിന്റെ സംഭവത്തെ സംബന്ധിച്ച്, ആകാശത്ത് നടത്തുന്ന വിപ്ലവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വാക്ക് നോക്ക്. വിശാലമായ പന്തല് പോലെ കിടക്കുന്ന ആകാശത്തിന്റെ നീലിമയുണ്ടല്ലോ, ഈ ആകാശത്തിന്റെ ഗതികേട് എങ്ങനെയെന്നറിയോ? അത് മാത്രം മതി അന്നത്തെ വിപ്ലവം മനസ്സിലാക്കാൻ, അന്നത്തെ ഭീകരത മനസ്സിലാക്കാൻ. യൗമ നത്വി ആകാശത്തിന്റെ ഗതി എങ്ങനെയെന്നറിയോ നബിയേ? ആകാശം നമ്മൾ ചുരുട്ടിക്കളയും നബിയേ. ആകാശം നമ്മൾ പൊടിച്ചു കളയും നബിയേ. എങ്ങനത്തെ ചുരുട്ടലെന്നറിയോ? ഒരു പുസ്തകത്തിന്റെ പേപ്പർ കൈവെള്ളയിൽ വെച്ച് ചുരുട്ടും പോലെ ആകാശത്തിന്റെ പെരുമാറ് ശ്രദ്ധിക്ക് പ്രിയപ്പെട്ടവരെ. ആകാശത്തിന്റെ വിശാലത ശ്രദ്ധിക്ക് പ്രിയപ്പെട്ടവരെ. ആകാശത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ആകാശം യൗമ നത്വി السماء كطي السجل للكتب. ഒരു പുസ്തകത്തിന്റെ പേപ്പർ ചുരുട്ടുന്ന ലാഘവത്തോടുകൂടി ഈ ആകാശത്തെ നമ്മൾ ചുരുട്ടിക്കളയും നബിയേ. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനത്തിന്റെ ഗാംഭീര്യത തന്നെ ആ ദിവസത്തിന്റെ ഭീകരത അറിയിക്കുന്നില്ലേ? ഇദാ റുജ്ജത്തിൽ അർളു റുജ്ജാ. ഭൂമി കിടുകിടുത്ത് കളയും നമ്മൾ, ഭൂമി തകർത്ത് കളയും നമ്മൾ. വബുസ്സത്തിൽ ജിബാലു ബസ്സാ. ഭൂമിയിലെ പർവ്വതങ്ങൾ മുഴുവനും ധൂളികളാക്കി പൊടിപൊടിച്ചു കളയും. അതേ ക്രസറിൽ പാറക്കല്ല് പൊടിപിടിക്കുന്നത് പോലെ ഭൂമിയിലെ പർവ്വതങ്ങളൊക്കെയും പൊടിപിടിച്ചു കളയും നബിയെ. فكانت هباء منبثا. അത് ധൂളികളായി, അത് മണൽപ്പൊടികളായി പറപറക്കും നബിയേ. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نصير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പോയിന്റ് നോക്ക്. ഇത് മതിയാ ദിവസത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ. ഫൈദാ നുഫിഖ ഫിസ്സൂർ
نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية. സൂറത്ത് അൽ-ഹാഖയിലൂടെ അല്ലാഹു തആല ഭീകരത ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കുന്നു. ഫഇദാ നുഫിഖ ഫിസ്സൂർ, നബിയെ ആകാശത്തിനപ്പുറമുള്ള നമ്മുടെ രാജകീയ സിംഹാസനമാകുന്ന അർശ്, ആ അർശ് എന്ന വലിയ ഗോളത്തിന്റെ താഴ്ഭാഗത്തായി വെച്ചിട്ടുള്ള സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഒന്ന് ഊതി കഴിയുമ്പോ ഈ ഭൂമിയിലെ ഗതി എന്തെന്നറിയണോ നബിയേ? وحملت الأرض والجبال, ഭൂമിയെ നമ്മൾ ഉയർത്തും നബിയെ. ഈ പച്ചപ്പ് പോലെ മനുഷ്യന് പരവതാനി പോലെ സൃഷ്ടിച്ച് നൽകിയിരിക്കുന്ന ഈ പച്ചപ്പിന്റെ പ്രതീകമായ ഭൂമി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പൊക്കും നബിയെ. തീർന്നില്ല. വൽജിബാൽ, ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളെയും അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പൊക്കി ഉയർത്തും നബിയേ. എന്നിട്ട് എന്താണ് ഇതിനെ സംഭവിപ്പിക്കുന്നതെന്നറിയോ? ഫദുക്കതാ ദക്കതൻ വാഹിദാ, ഈ ഭൂമിയെയും ഈ പർവ്വതങ്ങളെയും പരസ്പരം കൊണ്ടുവന്ന് നമ്മൾ വല്ലാതെ ഇടിച്ചു പൊടിക്കും നബിയെ. വിസ്ഫോടനത്തോടെ തകർത്തു ധൂളുകളാക്കി ചിന്നി ചിതറിച്ച് കളയും നബിയെ. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, സംഭവിക്കേണ്ടത് മുഴുവനും അവിടെ സംഭവിച്ചു പോകും. മനുഷ്യന്റെ ശരീരങ്ങൾ പോലും ചതഞ്ഞെറിഞ്ഞുകൊണ്ട് പറപറക്കും. മനുഷ്യന്റെ തലയോട്ടികൾ പോലും ചതഞ്ഞെറിഞ്ഞ് പറപറക്കും. എല്ലാ വിളികളും ആ കൂട്ടിയിടിയിലൂടെ തകർന്നു പോകും. എല്ലാ ജീവനുകളും ശരീരങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ വിശ്രമ സങ്കേതത്തിലേക്ക് പറന്നു പോകും. അങ്ങനെ ഭൂമി ചടുലമായി കൊണ്ടിരിക്കുന്ന അതേ നേരത്ത് തന്നെ ആകാശത്ത് നടക്കുന്ന വിസ്ഫോടനം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വൻസഖ്ഖത്തിസ് സമാ ഫഹിയ യൗമഇദിൻ വാഹിയ, ഈ ഭൂമി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അതേ നേരത്തെ തന്നെ ആകാശം വിസ്ഫോടനാത്മക ശബ്ദത്തോടെ പൊട്ടിപ്പിളരും നബിയേ. അത് ദുർബലമാകും നബിയേ. അദൃശ്യമായി പന്തല് പോലെ അതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന അതിന്റെ കാലുകൾ മുഴുവനും നമ്മൾ ഉടച്ചു കളയും നബിയേ. فنفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. സൂറത്ത് സുമറിലൂടെ ഈ വിഷയത്തിന് അല്ലാഹു തആല പരിസമാപ്തി കുറിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കുക, പ്രിയപ്പെട്ടവർ ചിന്തിക്കുക. അല്ലാതെ 2012 ചിത്രീകരണം കണ്ടുകൊണ്ടൊന്നും ഇതിനെ വിലയിരുത്താൻ നിൽക്കേണ്ട. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഇതൊരു സെക്കൻഡ് കൊണ്ടൊന്നും തീരണല്ല. ഈ ഒരു ഭീകരത ഭൂമി ലോകത്ത് ഒരു ദിവസം കൊണ്ടോ ഒരു സെക്കൻഡ് കൊണ്ടോ ഒന്നും തീരണല്ല. ഇതങ്ങനെ നീണ്ടുപോകും കുറെ ഈ നാശം. എന്തോ ആവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം തീർന്നു, നമ്മളൊക്കെ പോയി. എവിടുണ്ട്? നമ്മളൊക്കെ തീർന്നു, ലോകം തീർന്നു. ലോകം ഇല്ലാതിരുന്ന കാലത്തിലേക്ക് തിരിച്ചുപോയി. നുഈദുഹു അവ്വല മറ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആദ്യം എങ്ങനെ അങ്ങനെ തന്നെ തിരിച്ചുപോയി. കാലങ്ങൾക്കതീതമായ കാലം പോലെ. കാനല്ലാഹു വലം യകുൻ ശൈഉൻ, അല്ലാഹു അല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ലാതിരുന്ന കാലങ്ങൾക്കതീതമായ കാലഘട്ടം എങ്ങനെ അതേപോലെയായി മാറിപ്പോയി. മറ്റൊന്നുമില്ല, അല്ല മാത്രം ബാക്കി, എല്ലാം തീർന്നു. നമ്മൾ എവിടെണ്ട്?
നമ്മൾ മിക്കവാറും ഈ പള്ളിക്കാട്ടിലുണ്ടാവും. കാരണം ഇപ്പൊ ജീവിക്കല്ലേ, ഇപ്പൊ ജീവിക്കുന്നവരല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ അന്നാണെങ്കിൽ എവിടെ വീഴും അവിടെ തന്നെ ഭൂമി പിളർന്ന് അടി പോകും. ഭൂമി പിളരെന്നും വേണ്ട, അല്ലാതെ തന്നെ ഇതെല്ലാം കൂടെ മുകളിൽ വരും. അള്ളാഹു അത്തരം ഭീകരതകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം തീർന്നു. ഇനി എന്തൊക്കെയാണ് നമ്മൾ അറിയണം? അതിന് നമ്മളിപ്പോ പോകണം ഖബറിലേക്ക്. 6 അടി മണ്ണിന്റെ ഉള്ളറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ര വലിയ സുഖമുള്ള സംഗതിയൊന്നുമല്ല ഈ ഖബറിന്റെ ഉള്ളറ. നമ്മൾ കേൾക്കുന്ന ഒരു രസവും സുഖമൊന്നും അതിനകത്തുണ്ടാവില്ല. അതുകൊണ്ട് ഒരല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് ജീവിതത്തിന് എപ്പോഴും നന്നായിരിക്കും. കേവലം ഒരു ഖബറൊന്നും അല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മയ്യിത്തടക്കുമ്പോൾ ഖബറിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇസ്ലാമിക ഭരണ സിരാ കേന്ദ്രത്തിന്റെ അനിഷേധ്യനായ 3ാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകുന്ന നബിത്തങ്ങളുടെ പൊന്നുമോള് മരണപ്പെട്ട ആ മയ്യിത്ത് മറമാടുമ്പോ, ആ മയ്യിത്ത് മറമാടിയതിന് ശേഷം മകളുടെ തൊട്ട് മുമ്പിൽ നബിത്തങ്ങൾ ഇരുന്നു. ഒരല്പനേരത്തേക്ക് കണ്ണും അടച്ചു പിടിച്ച് പെട്ടെന്ന് മുഖത്തിനൊക്കെ ഒരു വ്യതിയാനം വന്ന മാതിരി ചുവന്നുപോയി നബിത്തങ്ങൾ. അല്ലാതെ വിഷമിച്ചു പോയി. ധാരാ നബിയുടെ മകളാ. നമ്മൾ ഒരുപാട് ബാപ്പമാരെ ഇവിടെ മറമാടിയിട്ടുണ്ട്, ഒരുപാട് ഉമ്മമാരെ മറമാടിയിട്ടുണ്ട്, ഒരുപാട് കുടുംബങ്ങളെ മറമാടിയിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളറയിലുള്ള ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അവസാനം പെട്ടെന്ന് കുറെ കഴിഞ്ഞപ്പോൾ നബിത്തങ്ങൾക്ക് മാറ്റം വന്നു. പഴയതുപോലെ ശാന്ത പൂനിലാവ് പോലെയായി നബിത്തങ്ങൾ മാറി. അങ്ങനെ നബിത്തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്ത് പറ്റി? മോളുടെ ഖബറിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു വിഷമം പോലെ, പ്രയാസം പോലെ സംഭവിച്ചു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. നബിത്തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത, സ്വഹാബാ, എന്റെ പൊന്നുമോളുടെ മയ്യത്ത് ഈ ഖബറിലേക്ക് വെച്ചതിന് ശേഷം എന്നിലുള്ള പിതാമാ മകളോടുള്ള സ്നേഹം കാരണം എന്റെ മകളുടെ ചാരത്തിരുന്നു കൊണ്ട് മകളുടെ ഉള്ളറയിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോ എന്റെ മകളുടെ ഉള്ളറയിൽ കിടന്നത് വല്ലാത്ത സംഭവമാണ്. അവിടെ ഞാൻ അനുഭവിച്ചത് വല്ലാത്ത വേദനയാണ് സ്വഹാബാ. എന്റെ ചെമ്പഴന്തിയിലെ ഉമ്മ കൂട്ടുകുടുംബാദികളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് മയ്യത്ത് കട്ടിലിലൂടെ വെള്ള പുതച്ച നിന്റെ നിർജീവമായ ശരീരം, തണുത്തുറഞ്ഞ നിന്റെ ശരീരം മയ്യത്ത് നിസ്കരിക്കപ്പെട്ടതിന് ശേഷം ഈ പരിശുദ്ധമായ പള്ളിയുടെ ചാരത്തുള്ള പള്ളിക്കാട്ടിലേക്ക് ഖബർ കയറിയിട്ട് ആ ഖബറിന്റെ ഉള്ളറയിലേക്ക് വെച്ച് മാറുമ്പോ ആ ഖബറിന്റെ ഉള്ളറയിലെ അവസ്ഥകളെ സംബന്ധിച്ച്, അനുഭവങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണേ ഉമ്മ. എന്റെ പൊന്നുപെങ്ങളെ, നബിത്തങ്ങള് പറഞ്ഞു കൊടുത്ത്, സ്വഹാബാ, എന്റെ പൊന്നുമോള് കിടക്കുന്ന മണ്ണറയിലേക്ക് ഞാൻ ഇങ്ങനെ പുറത്തു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ മകള് കിടക്കുന്ന ഖബറിന്റെ 2 ഭാഗങ്ങളും ഈർച്ചലച്ചുകൊണ്ട് വലിയ ശബ്ദത്തോടുകൂടി കട്ടിയുള്ള ഈ ഖബറിന്റെ 2 ഭാഗങ്ങളും വല്ലാത്ത ശബ്ദത്തോടെ അടുക്കാൻ തുടങ്ങി. ആ ഖബറുകൾ പരസ്പരം 2 ഭാഗങ്ങളും വന്നൊന്ന് ചേർന്ന് കളഞ്ഞു. അല്ലാ, അങ്ങനെ ഖബറിന്റെ 2 ഭിത്തികളും ശക്തമായ ശബ്ദത്തോടെ വന്നു ചേരുമ്പോ അതിന്റെ ഇടയിൽ എന്റെ പൊന്നുമോളുടെ മയ്യത്ത് പെട്ടോ. എന്റെ പൊന്നുമോള് പെട്ടോ. എന്റെ മോളുടെ ശരീരം ചേർന്നുപോയി. എന്റെ പൊന്നുമോളുടെ ശരീരം പഞ്ഞി പോലെയായി മാറി. എന്റെ പൊന്നുമോളുടെ വാരിയല്ലുകൾ പൊട്ടിപ്പൊടിയുന്ന ശബ്ദം എന്റെ ചെവി കൊണ്ട് കേട്ടപ്പോ എന്നിലുള്ള പിതാവ് വേദനിച്ചതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അത്ര ഒരു സുഖമാണ് ഖബറെന്ന് കരുതണ്ട. ഖബറാളികളുടെ ശബ്ദം അറിയോ? ഖബറാളികളുടെ വിലാപം അറിയോ? നിങ്ങൾ പരിശുദ്ധമായ മഹ്ശറയുടെ തിരുമുറ്റം കേൾക്കാൻ വേണ്ടി ഈ മജ്ലിസിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളായി ഖബറിൽ കിടന്ന നമ്മുടെ ഈ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞ വിളിയാളം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ വരുന്ന വഴിയെ വിവരിക്കുക, ഇല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് വിട്ടുപോകും. എന്തോ ആവട്ടെ, ഖബറാളികളുടെ വിലാപമുണ്ട്. അബ്ബാദ് ബിൻ അബ്ബാദ് തങ്ങളോട് ഇബ്രാഹിം ബിൻ സോലിഹ് എന്ന രാജാവിന്റെ മുമ്പിലേക്ക് അബ്ബാദ് ബിൻ അബ്ബാദ് എന്ന മഹാനായ തങ്ങൾ കടന്നു ചെന്നപ്പോ, പണ്ഡിതൻ കടന്നു ചെന്നപ്പോ വാഴ്ന്നു പറഞ്ഞു തരാൻ പറഞ്ഞു. ഫലസ്തീന്റെ രാജാവായ ഇബ്രാഹിം ബിൻ സോലിഹ് മുമ്പിലേക്ക് കടന്നു ചെന്നു. എഴുതിനി യാ സയ്യിദ്, എനിക്ക് വാഴ്ന്നു പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാനെങ്ങനെ വാഴ്ന്നു പറഞ്ഞിരിക്കുക? നിങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ വാഴ്ന്നു പറഞ്ഞു തരണം എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ വിദേഹത്തുകാർ പറയും പോലല്ല, വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. ബലഗനി أن أعمال الأحياء تعرض على أقاربهم من الموتى فانظر ماذا ترى ماذا تعرض على رسول الله صلى الله عليه وسلم. ഒരൊറ്റ വാക്ക് പറഞ്ഞു തീർന്നതും ഫലസ്തീന്റെ അധിപനായ ഇബ്രാഹിം ഇബ്നു സോലിഹ് എന്ന ചക്രവർത്തി ഇബ്രാഹിം ഇബ്നു സോലിഹ് ബുകാഅൻ ശദീദ തന്റെ മനസ്സിന്റെ ഉള്ളറയിലെ
വേദനകൾ സമ്മാനിക്കുന്ന തരത്തിൽ കൂരമ്പുകൾ പോലെ കുത്തുനോവിച്ച അബ്ബാദ് ബിൻ അബ്ബാദ് തങ്ങളുടെ അർത്ഥഗർഭമേറിയ വാക്കുകളെ കേട്ടു തീർന്നപ്പോ മഹാനായ ഇബ്രാഹിം ഇബ്നു സ്വാലിഹ് എന്ന ചക്രവർത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താണ് ആ വാക്കെന്നറിയോ? അഹ്യായി, നിശ്ചയം ചെമ്പഴന്തിക്കാരായ മഹാന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് സന്ദർഭോചിതമായി ഞാൻ വിവരിക്കുകയാ. ചെമ്പഴന്തിക്കാരായ ജീവിച്ചിരിക്കുന്ന ഉറ്റബന്ധുക്കളുടെ സർവ്വ പ്രവർത്തികളും, ഏത് പ്രവൃത്തി, ഏത് പാതിരാത്രി, ഏത് നാട്ടിൽ വെച്ച് പ്രവർത്തിച്ചാലും ആ പ്രവർത്തികൾ മുഴുവനും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയി ചെമ്പഴന്തിയുടെ പള്ളിക്കാട്ടിൽ, ചെമ്പഴന്തി മുസ്ലിം ജമാഅത്തിന്റെ ചാരത്തുള്ള പള്ളിക്കാട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ വ്യക്തമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വ്യക്തമാക്കി അല്ലാഹ് അവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാം അവരറിയുന്നുണ്ട്. സ്വഹാബത്തിന്റെ വിവരങ്ങളുണ്ട്, അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്, സ്വപ്നത്തിലൂടെ റൂഹ് വന്ന് പറഞ്ഞെടുത്തതൊക്കെ വിവരിക്കുന്നുണ്ട്. ഞാനിവിടെ അതൊന്നും വിവരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ബന്ധു ലോകത്തിന്റെ മുത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് രാജാവേ, ഫൻളുർ മാദാ തറ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ ഈ രാജകീയ ഭരണത്തെ സംബന്ധിച്ചും നിങ്ങളുടെ രാജകീയ പ്രൗഢികളെ സംബന്ധിച്ചും ഒക്കെ അള്ളാഹുവിന്റെ മുത്തുനബി കാണുമ്പോ മുത്തുനബി നിങ്ങളെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, എന്താണ് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു തീർന്നതും, എന്റെ വിവരങ്ങളൊക്കെ മരിച്ചുപോയവർ അറിയുന്നുണ്ടോ, എന്റെ പ്രവർത്തികളൊക്കെ ഈ നബി തങ്ങൾ കാണുന്നുണ്ടോ, ഇത് ചിന്തിച്ചുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്നു സ്വാലിഹ് ബുകാഅൻ ശദീദാ, പൊട്ടി കരയാൻ തുടങ്ങിയത്. എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, ആ ഖബർ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഖബറിന്റെ ഉള്ളറയില്ല. പക്ഷെ അന്ന് കടന്നു പോകുന്നവർക്ക് മലക്കിന്റെ ചോദ്യമൊന്നും ഉണ്ടാവില്ല. ഖബർ പൊട്ടിയിട്ടാ മലക്ക് പൊങ്ങി വരിക. അതൊക്കെ വല്ലാത്ത സംഭവമാണ്. ഇവിടെ ഏതായാലും ഞാൻ അതൊന്നും പറയുന്നില്ല, വിഷയത്തിൽ നിന്ന് വിട്ടുപോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഈ ചോദ്യം ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. കാരണം ലോകം അവസാനിച്ചു കഴിഞ്ഞു. ലോകം അവസാനിച്ചപ്പോ അല്ലാതെ എല്ലാം തീർന്നു. ചോദ്യം ചെയ്യാനും മലക്കില്ല. ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാതിരി റഹ്മാൻ എന്ന മലക്കുമില്ല. ഇന്റലിജൻസ് ബ്യൂറോയായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചോദ്യം ചോദിക്കാനും ഖബറിന്റെ ഉള്ളറയിൽ ഹിസാബ് നടത്താനും ആരുമില്ല. എല്ലാവരും കഴിഞ്ഞു, ആരുമില്ല. സുഖമായി ഖബറിന്റെ ഉള്ളറയിലായി കിടക്കണത്. ചോദ്യം ഒന്നും ഉണ്ടാവില്ല, ഒരു ശിക്ഷയില്ല, ഒന്നുമില്ല. സുഖമായി ഉറങ്ങാം, സുന്ദരമായി ഉറങ്ങാം. നമുക്ക് എല്ലാവർക്കും സുഖമായി, ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഉറങ്ങാം. ജീവിതത്തിൽ ഇന്നുവരെ AC റൂമിൽ പോലും കിടന്നുറങ്ങിയിട്ട് കിട്ടാത്ത സുഖം ആ ഖബറിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോൾ കിട്ടുവന്ന് ഉറക്കത്തിന്റെ സുഖം. എത്ര നാളത്തെ ഉറക്കമെന്നറിയോ? 40 വർഷം. 40 വർഷം ഉറങ്ങാം. 40 വർഷം സുഖമായി ഉറങ്ങാമെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ നമ്മൾ വല്ലാതെ ഉറങ്ങി തള്ളണത്? ആവശ്യത്തിന് ഉറങ്ങിയാൽ പോരെ. 7 മണിക്കൂറോ 8 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ പോരെ. ബാക്കി ഇബാദത്തും ധർമ്മവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള സമയം ഇബാദത്തുമായി കടന്നുകൂടിയിട്ട് ബാക്കി വരുന്ന ഒരു 7 മണിക്കൂറൊക്കെ നമുക്ക് ഉറങ്ങിയാൽ പോരെ. എന്തിനാ നമ്മൾ അധികം ഉറങ്ങണത് പ്രിയപ്പെട്ടവരെ? 40 വർഷം ഉറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അല്ലാഹ് തരയല്ലേ സുഖമായ ഉറക്കം. സുഖമായ ഉറക്കം. ആരും ചോദ്യം ചെയ്യാനില്ല, തട്ടി ഉണർത്താനില്ല, വിളിച്ചുണർത്താനില്ല, ഒന്നുമില്ല. ഒരു ഉറക്കത്തിൽ ആരും ശല്യം ചെയ്യില്ല. ആരും അതിൻ്റെ ഇടയിൽ ഞെട്ടി എഴുന്നേക്കൂല. എൻ്റെ ഉറക്കം പോയി എന്ന് പറഞ്ഞ് ആരും എഴുന്നേക്കൂല, ആരും ശല്യം ചെയ്യില്ല. സുഖമായി ഉറങ്ങാം. ഇത് ഖുർആൻ പറയേ സുഖമായി ഉറക്കമെന്ന് വെറും വാക്കല്ല. സുഖമായി ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും പ്രിയപ്പെട്ടവരെ, 40 വർഷം കഴിയുമ്പോൾ അല്ലാഹു തആല 4 മലക്കുകളെ ആദ്യം ഉയർത്തും. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ 4 മലക്കുകളെ ഉണർത്തും. പതാക നൽകും, താജുൽ അത്ഖിയാ നൽകും. നബിത്തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് നബിത്തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ബുറാക്ക് കൊണ്ടുവരും. കയറാൻ പറയും. നബിത്തങ്ങൾ കയറാൻ നോക്കുമ്പോൾ ബുറാക്ക് പറയും പറ്റില്ല, എന്റെ ശരീരത്തിൽ കടക്കാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, മുത്തുനബിക്ക് മാത്രം. അപ്പോ ജിബ്രീൽ പറഞ്ഞു കൊടുക്കും, ഇത് മുത്തുനബിയാന്ന് പറയും. അങ്ങനെ അനുവദിച്ച് മുട്ട താഴ്ത്തി കൊടുക്കും. നബിത്തങ്ങൾ കയറും, കൊണ്ടുപോകും. ഷഫാഅത്തൊക്കെ ചോദിച്ചിട്ട് അവസാനം കൊണ്ടുപോകും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നബിത്തങ്ങൾ ആനയിച്ചതിന് ശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പ്. അതിനുശേഷം ഇസ്രാഫീലിനോട് പറയും, രണ്ടാമതൂതാൻ പറയും. രണ്ടാമതൂതും പ്രിയപ്പെട്ടവരെ, فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ ഊതലോടുകൂടി അല്ലാഹു തആല ആത്മാവുകളെ മുഴുവനെയും കയറൂരെ വിടുന്നു, ആത്മാവുകളെ കൂട് തുറന്നു വിടുന്നു. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആത്മാവുകൾ വരുന്നു, അവരേതൊക്കെയാണ് അവർ ഭൂമി ലോകത്ത് ഉപയോഗിച്ചിരുന്ന ശരീരങ്ങൾ, ആ ശരീരങ്ങളിലേക്ക് തന്നെ തെറ്റാതെ അവർ കടന്നു പോകുന്നു. ആ ശരീരങ്ങൾ അല്ലാഹു തആല തിരിച്ചു കൊടുക്കുന്നു. അയ്യതുഹൻ നഫ്സുൽ ബാലിയ വൽ ഇദാമുൻ നഖിറ വൽ ലുഹൂമിൽ മുതമസ്സിഖ വസ്സൂറുൽ മുതഫദ്ദിഖ ഹലുമൂ ഇലൽ ഹിസാബ്. അല്ലാഹ് തഫക്കറതു ഫീ ഹസ്രി ويوم قيامتي ويصباح خطي في المقابر طاميا تفكرت في طول الحساب وعرضه وذل مقامي حين أعطى كتابيا. ശരീരങ്ങളോട്, മണ്ണായി പോയ ശരീരങ്ങളോടും ചിതലായി പോയ ശരീരങ്ങളോടൊക്കെ ഒന്നാകാൻ പറയും, കൽപ്പന വരും. പഴയ ശരീരങ്ങളൊക്കെ ഒന്നായി മാറും. മരിച്ചു കിടന്നത് എങ്ങനെ അതേപോലെ തന്നെ ശരീരം തിരിച്ചു വരും. ആ ശരീരത്തിലേക്ക് ആത്മാവ് കയറും. നബിതങ്ങൾ പഠിപ്പിക്കുക, സംശയിക്കണ്ട. ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെടുമ്പോ കണ്ണു തുറന്നു. 40 വർഷത്തെ ഉറക്കം കഴിഞ്ഞുള്ള ഉണർച്ച. ഉണർന്നു, കണ്ണു തിരുമി, എഴുന്നേറ്റു. സാധാരണ നമ്മള് ഒരു 12 മണിക്ക് ക്ഷീണിച്ചു പോയി കിടന്നു. ഭാര്യയോട് പറഞ്ഞു, സുബഹി ഖലാഗണിന് തൊട്ട് മുമ്പ് വിളിച്ചാൽ മതി, സുബഹി നിസ്കരിക്കാനുള്ള സമയം കിട്ടിയാൽ മതി, അതുവരെ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു കിടന്നു. പക്ഷെ 4 മണിയായപ്പോൾ അവളൊന്ന് തട്ടി വിളിച്ചു. 4 മണിക്ക് എണീച്ച് നമ്മൾ വാച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വൈമനസ്യം എങ്ങനെയാണോ ഇതേപോലെ തന്നെ 40 വർഷം ഉറങ്ങിയ നമ്മുടെ ശരീരത്തിൽ ആത്മാവ് കയറി കണ്ണുറക്കുമ്പോൾ നമുക്ക് തോന്നും, ആരടാ ഈ വിളിച്ചുണർത്തിയത്, ഉറങ്ങാതെ ശല്യം ചെയ്ത് ആരാടാ ഈ വിളിച്ചുണർത്തിയത് തോന്നും. ഇത് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ശബ്ദം നമ്മൾ പറയണ എങ്ങനെയെന്നറിയോ? വിശുദ്ധ യാസീൻ പരിശോധിക്ക്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ الرحمن وصدق المرسلون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ഉറക്കിൽ നിന്നുണരുന്ന നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാലൂ, അവരുണർന്നുകൊണ്ട് പറയും, നബിയേ, എന്താണ് അവര് പറയുന്നതെന്നറിയോ? 40 വർഷത്തെ സുഖകരമായ ഉറക്കിൽ നിന്നുണരുമ്പോ അവരെഴുന്നേറ്റുകൊണ്ട് കണ്ണ് ചിമ്പി തിരികെ തുറന്നുകൊണ്ട് അവര് വിളിച്ചു പറയും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. യാ വൈലനാ, നമ്മളെ ഭാഷയെ പറഞ്ഞ അത് തന്നെ, ആരാണ് ഈ വന്ന് ശല്യം ചെയ്യണത്? അതേ പ്രയോഗം ഖുർആൻ പറഞ്ഞു, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞാൻ ഉറങ്ങി കറക്റ്റ് സമയം പറഞ്ഞു കൊടുത്തു, അതിന്റെ മുമ്പിൽ ആരായി വിളിച്ചോണത്തെ? ആർക്കാ ഇത്ര അത്യാവശ്യം? എൻ്റെ ഉറക്കം അങ്ങോട്ട് പൂർണ്ണമായില്ല. എന്തോ ഒരു രസകരമായ ഉറക്കം വരുന്ന. എഴുന്നേറ്റ് കണ്ണുമൊക്കെ തിരുമി. നബിത്തങ്ങൾ ഉറക്കെണീച്ചിട്ട് കണ്ണ് തിരുമിയിട്ട് എന്താ പറയണമെന്നറിയോ? കണ്ണ് തിരുമലൊക്കെ സുന്നത്താട്ടോ. കാരണം നബിത്തങ്ങൾ ഉണർന്നുടനെ കണ്ണ് തിരുമും. കണ്ണ് തിരുമിയിട്ട് ആകാശത്തേക്ക് നോക്കും. നബിത്തങ്ങൾക്ക് കിടക്കുമ്പോൾ ആകാശം കാണണം. അതാ നബിത്തങ്ങളുടെ ബെഡ്റൂം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ആയിഷ ബീവി തങ്ങൾ പറയുന്നുണ്ട്, എന്റെ മുത്ത ഹബീബ് തങ്ങൾ ഇടയ്ക്കെങ്ങാനും ഉണരും, തഹജ്ജുദിന് വേണ്ടി എഴുന്നേക്കും. ആ എഴുന്നേക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റിരുന്നിട്ട് കണ്ണ് തിരുമും. കണ്ണ് തിരുമിയിട്ട് ആകാശത്തേക്ക് നോക്കും. ആകാശത്തേക്ക് നോക്കിയിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്.
നബി തങ്ങൾ പറയണം. ഇതും പറഞ്ഞിട്ടതിന് ശേഷം നബി തങ്ങൾ എണീക്കു, ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ട് എണീച്ചു. ആകാശം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ദിക്ർ നമുക്ക് ചൊല്ലാലോ. എന്റെ പ്രിയപ്പെട്ടവരാലോചിക്കുക. എന്തോ ആവട്ടെ, അങ്ങനെ എഴുന്നേറ്റ് കൊണ്ടിരുന്ന് ഇങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ആ ഒരു അസഖ്യതയും പൊറുതികേടും ഒക്കെ ഇങ്ങനെ പ്രകടമാക്കുമ്പോൾ പള്ളിക്കാട്ടിൽ മരിച്ചു കിടക്കുന്ന ഈമാനോടുകൂടി മരിച്ച ഉൾവിളിയുള്ള ബാപ്പ അല്ലെങ്കിൽ ഉമ്മ തൊട്ടടുത്തായിരിക്കും. അവർ ഈ കലപില ശബ്ദമൊക്കെ കേട്ടിട്ട് അവരടുത്തോട്ട് വന്നിട്ട് തട്ടും, മോനെ നീ എന്ത് കരുതിയിട്ടാ ഈ സംസാരിക്കുന്നത്? കട്ടൻ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ വിളിച്ചുണർത്തിയെന്നാ നീ കരുതിയത്? അല്ല മോനെ. മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് സമയം താമസിച്ചു എന്ന് കരുതിയിട്ട് വിളിച്ചുണർത്തിയെന്നാ നീ കരുതിയത്? അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം കഴിഞ്ഞ് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുണർത്തിയതൊന്നാ എൻ്റെ പെങ്ങളെ മോളെ നീ കരുതിയത്? എങ്കിൽ ആ വിളിയാളല്ല ഈ വിളി. ഇത് ഏത് വിളിയെന്നറിയോ? വസദഖൽ മുർസലൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ താക്കീത് തന്ന അള്ളാഹുവിന്റെ ബസ്റയുടെ തിരുമുറ്റത്തേക്കുള്ള വിളിയാളമാണ് മോളെ. ഒരു മരണം നിനക്ക് കഴിഞ്ഞുപോയി മോനെ. മരണത്തിന്റെ വേദനയെ കുറിച്ചൊന്ന് നീ ചിന്തിച്ചു നോക്ക് മോനെ. ഉറക്കത്തിന്റെ ലക്കൊന്ന് കളഞ്ഞു നോക്ക് മോനെ. അങ്ങനെ മരിച്ചു കിടന്ന നീ ഖബറിൽ നിന്ന് രണ്ടാമത് നിന്നെ വിളിച്ചുണർത്തിയതാണ് മോനെ. നിന്റെ ജീവിതത്തിന്റെ രഹസ്യവശങ്ങൾ മുഴുവനും ചർവണം നടത്തപ്പെടുന്ന അള്ളാഹുവിന്റെ മഹാസമ്മേളന നഗരിയാകുന്ന മഹ്ശറയുടെ തിരുമുറ്റത്തേക്ക് നിന്നെ വിളിച്ചുണർത്തിയതാണ് പൊന്നു മോനെ. എന്നിങ്ങനെ ഈമാനോടുകൂടെ മരിച്ചവർ വിളിച്ചു പറയുമ്പോ അല്ലാ അല്ലാ എന്റെ ചെമ്പരന്തിയിലെ ഉമ്മ നിന്റെ കണ്ണ് നിറഞ്ഞ് കരയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തിരുത്താനിന് നേരമില്ലാത്ത, തിരുത്താനിന് സാവകാശമില്ലാത്ത അള്ളാഹുവിന്റെ കോടതിയിലേക്കുള്ള രണ്ടാമത്തെ വിളിയാണെന്ന് വരുമ്പോ, പുനർജന്മമാണെന്ന് തിരിച്ചറിയുമ്പോ എല്ലാം നഷ്ടപ്പെട്ട വിലാപമായ സഹോദരാ, അവിടത്തെ വിലാപത്തിന് അർത്ഥമില്ല. അവിടെ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാ ശരി തന്നെയാണല്ലോ പടച്ചോരേ, എനിക്കൊരു മരണം കഴിഞ്ഞല്ലോ, അപ്പൊ ലോകം അവസാനിച്ചോ, പുനർജന്മമായോ, എനിക്ക് അല്ലാന്റെ കോടതിയിലേക്ക് ചെല്ലാൻ എനിക്ക് വയ്യല്ലോ. അല്ലാഹു തആല പറഞ്ഞ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാനിതാ ക്ഷണിക്കപ്പെടുകയാണല്ലോ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഇവിടെയാണ് കർമ്മലോകത്തെ അനിശ്ചിതനായ നമ്മുടെ അധ്യക്ഷൻ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളുടെ വാക്ക് ചിന്തിക്കേണ്ടത്. ഈ രംഗമോർത്തപ്പോഴാണ് മഹാനുമാവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. മരിക്കുന്ന നേരത്ത് മഹാന്റെ ചവിരത്തിൽ സവിധത്തിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് വരുന്ന ശിഷ്യന്മാരിൽ നിന്ന് ഇമാം മുസനി തങ്ങൾ ചോദിച്ചു, ഉസ്താദേ, ഈ നാളിനെ കുറിച്ച്, ഈ മരണത്തോട് മല്ലടിക്കുന്ന നേരത്തെ കുറിച്ച്, ഈ അസഖ്യാവസ്ഥയെ സംബന്ധിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഇമാമുന ശാഫിഈ തങ്ങൾ വിളിച്ചു പറഞ്ഞ പ്രിയപ്പെട്ടവരെ, എന്റെ പൊന്നമക്കളെ, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ വലിഇഖ്വാനി മുഫാരിഖാ വലികഅസിൽ മനിയത്തി ശാരിബാ വലിസൂഇ അമാലി മുലാഖിയാ വഅലല്ലാഹി തആലാ വാരിദാ വലാ അദ്രി റൂഹി തസീറു ഇലൽ ജന്നാ അമ്മിലൻ നാർ. ഇതും പറഞ്ഞുകൊണ്ട് ഇമാമുന ശാഫിഈ തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് എന്താ വിളിച്ചു പറഞ്ഞതെന്നറിയോ? വലമ്മാ ഖസാ ഖൽബി വല്ലാഖത് മദാഹിബി
ജഅൽതു വജാമിന്നി ലിയഫ്വീക സുല്ലമാ തളമനി ദംബി فلما قرنته بعفوك ربي كان عفوك أعظما وما زلت ذا عفو عن الذنب لم تزل تجود وتعفو من تنوات كرما. ഇമാമുന ശാഫി തങ്ങളുടെ അവസാന വാക്ക് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ? മാനഭാവം വിളിച്ചു പറഞ്ഞു, മക്കളെ, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ, എന്റെ ഈ രോഗം കണ്ടിട്ട്, എന്റെ ഈ അവസ്ഥ കണ്ടിട്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലോകത്തേക്ക് ഞാൻ ഇതാ യാത്ര തിരിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുന്നു. വലിസൂഇ അഅമാലി മുലാഖിയാ, എന്റെ ജീവിതം ചർവണം നടത്തപ്പെടുന്ന മഹ്ശറയിൽ വെച്ച് എന്റെ അമലുകളെ ഞാൻ കണ്ടുമുട്ടുമെന്ന് തിരിച്ചറിയുന്നു. മക്കളെ, വഅലല്ലാഹി തആല വാരിദാ, ജീവിതത്തിന്റെ ഈ അവസാന നേരം വരെ അള്ളാനെയും വിട്ടുകൊണ്ട് ഒളിച്ചോടി നടന്നവനാണ് ഞാൻ. ഞാനിതാ റബ്ബിന്റെ മുമ്പിലേക്ക് മഹ്ശറയിൽ വെച്ച് നിർത്തപ്പെടാൻ നിർബന്ധിതനായിരിക്കുന്നു. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ നിൽക്കേണ്ടി വരും. മക്കളെ, വഅലല്ലാഹി തആല വാരിദാ വലാ അദ്രി റൂഹി തസീറു ഇലൽ ജന്ന അമ്മിലൻ നാർ. അല്ലാഹു തആല പ്രത്യേകം കാവലുകൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ ആത്മീയ നേതാവാകുന്ന, നമ്മുടെ കർമ്മലോകത്ത് അനിഷേധ്യനായ അധ്യക്ഷനാകുന്ന ഇമാമുന ശാഫി തങ്ങളുടെ വാക്കിതാണെങ്കിൽ, എന്റെ ചെമ്പഴന്തിക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, വളരെ കളിച്ച് രസിച്ച് രതിച്ചാണ് ഞാനും നീയും ജീവിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ മഹ്ശറയിൽ നിൽക്കേണ്ടി വരുമെന്ന ചിന്തയുണ്ടോ? അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമെന്ന ഒരു ബോധം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇമാമുന ശാഫി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് എന്റെ ജീവിതം എങ്ങാനും മുടിനാരിഴകേറെ അല്ല പരിശോധിച്ചാൽ, വലാ അദ്രി, എനിക്കറിയില്ല മക്കളെ, റൂഹി തസീറു ഇലൽ ജന്ന, എന്റെ റൂഹ് പോകുന്നത് സ്വർഗത്തിലേക്കാണോ അമ്മിലൻ നാർ, അതല്ല നരകത്തിലേക്ക് പോകുമോ എന്നെനിക്കറിയില്ല മക്കളെ. ثم جعل يبكي, ഇതും പറഞ്ഞുകൊണ്ട് ഇമാമുന ശാഫി തങ്ങൾ കൊച്ചുകുട്ടികളെ പോലെ നിലവിളിക്കാൻ തുടങ്ങി. മുസ്ലിം ഇമാമടക്കമുള്ള നൂറുകണക്കിന് വരുന്ന ശിഷ്യന്മാര് തങ്ങളുടെ റൂഹിയായ പിതാവിന്റെ ഗദ്ഗത ചിത്തമായ കരച്ചില് കണ്ടപ്പോ, അവിടത്തേക്ക് പോലും താങ്ങാത്ത തേങ്ങല് കണ്ടപ്പോ അവര് മുഴുവനും തിങ്ങി വിങ്ങി പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ, ആ കരച്ചിലിനിടയിൽ മഹാനുഭാവൻ പറഞ്ഞ വാക്കാണ്, വലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിയഫ്വീക സുല്ലമാ. എന്തോ ഒരു വാക്കാന്നറിയോ ആ വാക്കൊക്കെ? നമ്മളൊക്കെ എന്താ പ്രിയപ്പെട്ടവരെ ഈ ചെയ്യണേയും പ്രവർത്തിക്കുന്നതും ഒക്കെ. മഹാനുഭാവം പറഞ്ഞതാ, പടച്ചോനെ, നിന്നെ വിട്ടിട്ട് ജീവിച്ചവനാ ഞാൻ, പക്ഷെ ഇന്നെന്റെ കാല് കെട്ടിപ്പോയി, ഇനി എനിക്ക് ഓടാൻ വകുപ്പില്ല പടച്ചോനെ. ആ ഒരു താഴ്മ, ആ റബ്ബിനെ കുറിച്ചുള്ള ഭയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റുപോലും ചെയ്യാത്ത തരത്തിൽ അല്ലാഹു തആല പ്രത്യേകം കാത്തു സൂക്ഷിച്ച അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ അടിമകളിൽ ഒരാളായ ഇമാമുന ശാഫിഈ തങ്ങൾ. ആ മഹാനായ സയ്യിദിന്റെ വാക്കിതാണെങ്കിൽ നമ്മൾ എങ്ങനെ കരയണം. പക്ഷെ ഇന്ന് വരെ മനസ്സ് തൊട്ടിയിട്ട് ഒരു വിളി നമ്മൾ വിളിച്ചിട്ടുണ്ടോ? ഭയപ്പെട്ടിട്ട്, ഈ മഹ്ശറയെ ഭയന്നിട്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേടോർത്തിട്ട്, ഭീകരതയോർത്തിട്ട്. എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ?
സൂറത്തു മറിയമിന്റെ അവസാന ഭാഗത്ത്, വിശുദ്ധ ഖുർആന്റെ സൂറത്തു മറിയമിന്റെ അവസാനത്തെ വിശാലമായ ഒരു ആയത്തുണ്ട്. ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ എന്ന് തുടങ്ങിയിട്ട് ഒരു ആയത്ത് വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഫൗലൈക മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ് ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം ഓതി നോക്ക്. അതിന്റെ അവസാനത്തിലുണ്ട് ഈ ആയത്ത് വെച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിന്റെ മുസന്നിഫാകുന്ന മഹാനായ ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ചെമ്പടന്തിക്കാരുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലിയസ് അൽ കുല്ലും മിന്നാ നഫ്സഹു. ആ വാക്ക് കടമെടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് സന്ദർഭോചിതമായി ചോദിക്കട്ടെ. ചെമ്പടന്തിക്കാരെ, ഇമാമുന റാസി തങ്ങൾ സംസാരിക്കുന്നു. ചെമ്പടന്തിക്കാരെ, ലിയസ് അൽ കുല്ലും മിന്നാ നഫ്സഹു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരങ്ങളോട് ചോദിക്കും. മത്താ കാനതു ആഖിറു ദംഅത്തിൻ ബക്കാഹ മിൻ ഖശ്യത്തില്ലാ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ഭീകരമായ മഹ്ശറയിൽ വെച്ച് നിങ്ങളുടെ ജീവിതങ്ങൾ ചർവണം നടത്തപ്പെടുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് എന്നാണ് നിങ്ങൾ അവസാനമായി കരഞ്ഞത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഖൽബുകളോട് ചോദിക്കുക. ഈ ഖുർആൻ വെച്ചുകൊണ്ട് മഹാനുഭാവൻ ചോദിക്കുക, ശരിയെന്നല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇന്നോളം നമ്മളും പറയുന്നു സ്വർഗം വേണം, മഹ്ശറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് നമ്മളും പറയുന്നു. പക്ഷേ ആ ചിന്ത നമുക്ക് വന്നിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? നബിത്തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിരോമങ്ങൾ പോലും നരച്ചു പോയതിനെ സംബന്ധിച്ച് നബിത്തങ്ങൾ പറഞ്ഞത് എന്താ? നബിത്തങ്ങളുടെ 60-ാമത്തെ വയസ്സിലും പൂർണ്ണമായി കറുകറുത്തിരുന്ന നബിത്തങ്ങളുടെ സൗന്ദര്യമുള്ള മുടികൾ, ശറഫാക്കപ്പെട്ട മുടികൾ, അവസാനം മുൻമുടികൾ ഒരൽപ്പം നരച്ചുപോയി, താടിയിലെ ഏതാനും രോമങ്ങൾ നരച്ചുപോയപ്പോ അബൂബക്കർ തങ്ങൾ ചോദിച്ചു, നബിയെ നരച്ചോ? നബിത്തങ്ങളുടെ മുടി നരച്ചിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ നബിത്തങ്ങൾ പറഞ്ഞു, അതേ അബൂബക്കർ സിദ്ദീഖ്, ശയ്യബത്തിനെ ഹൂദും വ അഖവാതുഹാ. മരണത്തിന് തയ്യാറാകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സൂറത്തുൽ ഹൂദ് സൂറത്തിന്റെ ആയത്തുകളും അതുപോലെ എനിക്ക് മരണത്തിന് തയ്യാറാകാൻ വേണ്ടിയിട്ട് മാനസികമായി തയ്യാറെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആയത്തുകളും എന്റെ മുടി നരപ്പിച്ചു കളഞ്ഞ അബൂബക്കറെ, എന്റെ താടി നരപ്പിച്ചു കളഞ്ഞ അബൂബക്കറെ. നമ്മളോ? ഒന്നുറപ്പാ നബിത്തങ്ങൾ ആ വാക്ക് പറഞ്ഞത് വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ അങ്ങനെ ആ സൂറത്തുകൾ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നബിത്തങ്ങളുടെ വഫാത്ത് വരെ ആ മുടി നരയ്ക്കുമായിരുന്നില്ല. അതിന് മാത്രം ഹോർമോണുകൾ അല്ലാഹു തആല നൽകിയിരുന്നു ആ മുടികളിൽ. നമ്മൾ ചിന്തിക്കണം അത് കറുപ്പിച്ച് തന്നെ തടിവിച്ച് നിർത്താൻ. എന്നിട്ട് അതും കടന്നുകൊണ്ട് ആ രോമം നരയ്ക്കുന്ന തരത്തിൽ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ആഹ്വാനം വന്നപ്പോൾ നബിക്ക് നരച്ചു പോയെങ്കിൽ നമ്മളോ? നരച്ച മുടി കറുപ്പിക്കുന്നവരാ ഞാനും നിങ്ങളും. എന്തോ ആവട്ടെ, വിഷയത്തിൽ നിന്ന് വിട്ടുപോകും പ്രിയപ്പെട്ടവരെ. അപ്പൊ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നമ്മളെ പണി എന്താ? എല്ലാവർക്കും അറിയാം മഹ്ശറയിലേക്കെന്ന്. അവിടെ വെച്ചാ യൗമ യഅല്ലുല്ലാഹി മഅലായത്, കയ്യൊക്കെ കടിച്ചു. എന്ത് ചെയ്യും? കടിച്ചു പൊട്ടിച്ചു, രക്ഷയില്ല, ആകപ്പെട്ടു. ഇനി 18ാമത്തെ അടവേ നടക്കൂ. ഏതാ 18ാമത്തെ അടവ്? ഒളിക്കുക, ഒളിച്ച് രക്ഷപ്പെടുക. ഏതാ മഹ്ശറയെന്നറിയോ? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദുൽ ഖഹ്ഹാർ. വിശുദ്ധ ഖുർആൻ മഹ്ശറയെ സംബന്ധിച്ച് പറഞ്ഞതാ, يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. ഭൂമിയെ മാറ്റിമറിച്ചു, കളറ് മാറ്റി, രൂപം മാറ്റി. ഇവിടെ കുഴിയുണ്ടാവില്ല, ഇവിടെ പർവ്വതം ഉണ്ടാവില്ല. ലാ തറാ ഫീഹാ ഇബജൻ വലാ അംത. ഒരു കുഴിയില്ല, ഒരു കുന്നുമില്ല, ഒന്നുമില്ലാത്ത തരത്തിൽ തൂവെള്ള ഭൂമിയാക്കി, വെളുവെളുത്ത ഭൂമികയാക്കി, വെള്ളി ഭൂമികയാക്കി ഭൂമിയെ അല്ലാഹു തആല മാറ്റും. ഇതാ മഹ്ശറ. ഇത് മഹ്ശറയുടെ തിരുമുറ്റവും മഹേശ്വരയുടെ മഹാസമ്മേളനം എന്നൊക്കെ കേൾക്കുമ്പോൾ വിശാലമായിട്ട് ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലം കിട്ടുമെന്നൊന്നും ഒരാളും വിചാരിക്കണ്ട. ആവനാഴിയിൽ അമ്പ് നിറയ്ക്കും പോലെ കുത്തി ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എവിടെ ഒരു ചെറിയ വിടവ് കാണോ അവിടെ ഉണ്ടാവും ഒരു മനുഷ്യനെ കുത്തി അങ്ങ് നിറയ്ക്കും. അങ്ങനെ നിറഞ്ഞു നിൽക്കും മനുഷ്യൻ. എങ്ങനെ നിൽക്കണേന്നറിയോ? ഖബറിൽ നിന്ന് എഴുന്നേറ്റു. അവിടെ നിന്ന് തുടങ്ങിക്കോ പ്രിയപ്പെട്ടവരെ. ഖബറിൽ നിന്ന് എഴുന്നേറ്റു, 18ാമത്തെ അടവ്, രക്ഷയില്ല. ഇനി ഓടിയാലോ? ഇനി ഓടി ഒളിച്ചാലോ? നിയമപാലകരുടെ കണ്ണു വെട്ടിക്കുന്നവരല്ലേ നമ്മിൽ പലരും. അപ്പൊ ഇനി ഓടി രക്ഷപ്പെട്ടാലോ? വാപ്പ കാണാതെ മറഞ്ഞിരിക്കുന്ന മക്കൾ അല്ലേ നമ്മൾ? ഉമ്മ കാണാതെ മറഞ്ഞിരിക്കുന്ന മക്കൾ, ഉസ്താദിനെ കാണാതെ ഓടി ഒളിക്കുന്ന മക്കൾ, ഇതാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേപോലെ അവിടെ നിന്നും ചിന്തിക്കുന്നു. ഓടിയാലോ? ഒളിച്ചാലോ? മറഞ്ഞാലോ? അല്ല പറയുന്നു, വേണ്ട അടിമകളെ,
എന്നെ വെട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും ഒളിച്ചോടാൻ കഴിയില്ല. ഖബറിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി നിങ്ങളുടെ കയ്യാമം വെക്കാനുണ്ട് മലക്കുകൾ ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഏത് ഖബറിന്റെയും തൊട്ടടുത്ത് രണ്ടുപേരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരിച്ചു കിടക്കുന്നത് എവിടെയായാലും ആ ഖബറ് പിളർന്നിട്ട് നമ്മൾ ഉറക്കിൽ നിന്ന് ചടവോടുകൂടി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒളിച്ചോടാൻ നോക്കുമ്പോ ഖബറിന്റെ രണ്ട് വശങ്ങളിലായി രണ്ട് നിയമപാലകരുണ്ടാകും നമ്മുടെ മുമ്പിൽ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ രണ്ട് രക്ഷസംരക്ഷകരുണ്ടാകും നമ്മുടെ അടുത്ത് തന്നെ. രണ്ട് ഭാഗങ്ങളിലായി രണ്ട് മലക്കുകൾ. അല്ലാഹു തആല പറയുന്നു, എവിടേക്കും ഒളിക്കാൻ പറ്റില്ല, എവിടേക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ആ രണ്ട് മലക്കുകളുടെ മുന്നിൽ വെച്ചല്ലാതെ ഒരു ഖബറും പൊട്ടിപ്പിളരുന്നില്ല, ഒരാളും ഉയർത്തു വെങ്ങുന്നില്ല. ആരെഴുന്നേൽക്കുമ്പോഴും അവരുടെ മുമ്പിൽ രണ്ട് മലക്കുണ്ടാകും. ഒരു മലക്കിന്റെ പണി എന്തെന്നറിയോ? ആ മലക്ക് വഴിതെളിച്ച് കൊണ്ടുപോകുന്നവനാണ്. അല്ലാഹുവിന്റെ മഹ്ശറയുടെ ഹിസാബിന്റെ വിധാനത്തിലേക്ക് വഴിതെളിച്ച് കൊണ്ടുപോകാൻ ഒരു മലക്ക്. രണ്ടാമത്തെ മലക്കോ വലിയ ഫൈലും കയ്യിൽ തൂക്കിക്കൊണ്ടൊരു മലക്കുണ്ടാകും. വലിയ ഫൈലും കയ്യിൽ തൂക്കിക്കൊണ്ടൊരു മലക്കുണ്ടാകും. ഏതാണ് ഈ ഫൈലെന്നറിയോ? നിന്റെ ജീവിതം, നിന്റെ ആയുസ്, നിന്റെ 60 വർഷത്തെ ജീവിതം, നിന്റെ 40 വർഷത്തെ ജീവിതം, ആ ജീവിതം മുഴുവനും റെക്കോർഡാക്കപ്പെട്ട തരത്തിലുള്ള പകൽ വെളിച്ചം പോലെ തയ്യാറാക്കപ്പെട്ട തരത്തിലുള്ള വലിയ ഏടും വെച്ചുകൊണ്ടൊരു മലക്കുമുണ്ടാകും. ഈ രണ്ട് മലക്കിന്റെ അകമ്പടിയോട് കൂടിയല്ലാതെ ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകാൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുമ്പോ ഇതിനേക്കാൾ വലിയ ഗൗരവം എന്റെ പ്രിയപ്പെട്ടവർക്ക് കേൾക്കണോ? ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഈ മലക്കുകളോടൊപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടിമകൾ പോകുന്നു. നമ്മള് പോകുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാ, അങ്ങനെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു പോകുമ്പോ ഈ മനുഷ്യ വിഭാഗം 40 കോലങ്ങളിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു أبر في قول لا منه ولا نعمي هو الحبيب الذي ترجى شفاعته الأهوال مقتحبين. നബി തങ്ങളെ പഠിപ്പിക്കുന്നു, മനുഷ്യകുലം എന്റെ ഉമ്മത്തികൾ 40 കോലത്തിലാണ്. അതിൽ ഒരു കോലം ഏതെന്നറിയോ? ഖബറിൽ നിന്ന് പന്നികളെ പോലെ കോലം മരിക്കപ്പെട്ട തരത്തിൽ അവര് മഹ്ശറയിലേക്ക് നടന്നു പോകുമെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവേ, മരിച്ചു കിടന്ന നിന്റെ രൂപം കണ്ട മക്കൾ തഅസിയത്തിന് വേണ്ടി കടന്നുവെന്ന ബന്ധുക്കളോട് വിളിച്ചു പറഞ്ഞത്, എന്റെ വാപ്പ പുഞ്ചിരിച്ചാ കിടന്നത്, എന്റെ വാപ്പ സ്വർഗത്തിന്റെ അവകാശിയെ പോലെയാ കിടന്നത്, എന്റെ വാപ്പ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചവരായിട്ട് മരിച്ചയാളാ, ഭാഗ്യമുള്ളവനായ എന്റെ വാപ്പ എന്ന് പറഞ്ഞ് ഭൂമി ലോകത്ത് നാട്ടിൽ പ്രശംസിക്കുമ്പോ ആ നിന്റെ കോലമെങ്ങാനും നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ പന്നിയുടെ രൂപമായി മാറ്റപ്പെട്ടാൽ ഫരീദൻ റഹീനം പന്നികളെ പോലത്തെ ശബ്ദത്തിലൂടെ വിലപിച്ചുകൊണ്ട് എന്റെ ഗതിയിതായി പോയല്ലോ അല്ലാ, എന്റെ രൂപമിതായി പോയല്ലോ അല്ലാ
എന്ന് നിലവിളിച്ചുകൊണ്ടൊരു കൂട്ടര് കടന്നു വരുമ്പോ പെട്ടുകൊണ്ട സഹോദരാ, പെട്ടുപോകണ്ട പിതാവേ, വെളിപ്പാടകലെ വിശുദ്ധ റമദാൻ കാത്തു നിൽക്കുമ്പോ ആ റമദാൻ എന്ന അനുഗ്രഹ വാഹനത്തിൽ കയറിക്കൊണ്ട് ആ ലോകത്ത് പൂനിലാവ് പോലെ പ്രശോഭിക്കുന്ന ശരീരത്തെ തിരഞ്ഞെടുത്തോ. വീണ്ടും നബി തങ്ങളെ വിവരിക്കുന്നു, പെങ്ങളെ, ഒരു കൂട്ടര് കുരങ്ങാണ്. ഈ കുരങ്ങായി മാറാൻ സാധ്യതയുള്ളത് പെണ്ണിന്റെ നാവാണ്, പെണ്ണിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ചെമ്പഴന്തിയിലെ ഉമ്മ, എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ നാവ് കൊണ്ട് കുരങ്ങിന്റെ രൂപം വിലയ്ക്ക് വാങ്ങണ്ട. ആ നാവ് കൊണ്ട് പറഞ്ഞു കൂട്ടിയത് മുഴുവനും റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചോ പെങ്ങളെ. ഇല്ലെങ്കിൽ നാളെ വാലുള്ള കുരങ്ങായിട്ട് റബ്ബിന്റെ കോടതിയിലേക്ക് നടത്തിക്കൊണ്ട് വരുമ്പോ അല്ലാഹ് തഫക്കറതു ഫീ തൂലിൽ ഹിസാബി വറളിഹി വദുല്ലി മഖാബിഹി അഅ്താ കിതാബിയാ. എന്റെ ചെമ്പഴന്തിയിലെ പെങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക. നിന്റെ നാവ് കൊണ്ട് ഒരുപാട് അയൽക്കാരെ വേദനിപ്പിച്ചവളല്ലേ നീ ഭർത്താവിന്റെ മനസ്സിന്റെ സ്വസ്ഥത പോലും തകർത്തവളല്ലേ നീ. കുടുംബ ബന്ധങ്ങൾ ശൈഥില്യമാക്കാൻ നാവ് ഉപയോഗിച്ചവളല്ലേ നീ. എന്റെ പെങ്ങളെ ചിന്തിച്ചോ, ഇതുപോലത്തെ തെറ്റിന്റെ പേരിൽ കുരങ്ങാക്കി രൂപം മാറ്റുമെന്ന് നബിത്തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് നബിത്തങ്ങളുടെ വാക്കാണ്. മായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയൂഹാ. അങ്ങനെ എങ്ങാനും എന്റെ പെണ്ണുപെങ്ങളെ നിന്റെ രൂപം മാറ്റപ്പെട്ടാൽ, നിന്റെ ഭർത്താവ് നോക്കി നിൽക്കുമ്പോ, നിന്റെ മക്കള് നോക്കി നിൽക്കുമ്പോ, നിന്റെ കുടുംബം നോക്കി നിൽക്കുമ്പോ നിന്റെ രൂപം കുരങ്ങായി മാറിയാൽ, അല്ലാഹുവാണ് ചെമ്പഴന്തിയിലെ ഉമ്മ പെറ്റ മക്കളിൽ ഏറ്റവും വലിയ ദുര്യോഗ നീയാണ് മോളെ. അതുകൊണ്ട് ജീവിതത്തിന്റെ കടിഞ്ഞാനിട്ടോ വിശുദ്ധ ദീനുൽ ഇസ്ലാം നിനക്ക് തിരഞ്ഞെടുത്തതെന്ന സൽപാന്താവിലൂടെ, ധർമ്മവീതിയിലൂടെ, സത്യധാരയിലൂടെ സഞ്ചരിച്ചോ പെങ്ങളെ. തീർന്നില്ല, വീണ്ടും നബി തങ്ങളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടരുടെ തലയെന്ന് ഭൂമിയിലാണ്, അവരുടെ കാല് മുകളിലാണ്. അവര് തലയിട്ടടിച്ചുകൊണ്ട് ചിന്നിച്ചിതറി പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ, അവരനുഭവിച്ച് വേദനിച്ച് താങ്ങാത്ത തരത്തിൽ അവരുടെ തല കൊണ്ട് തറയിലിട്ടടിച്ചടിച്ചടിച്ച് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകണമെന്ന് പഠിപ്പിക്കുമ്പോ റഅയ്തുന്നാസ ഖദ് മാലു إلى من عنده مال ومن لا عنده مال فعنه الناس قد مالوا رأيت الناس قد ذهبوا إلى من عنده ذهب ومن لا عنده ذهب فعنه الناس قد ذهبوا. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിവരം നബി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാബത്ത് ചങ്ക് തളർന്ന് പൊട്ടിക്കരഞ്ഞു. ആ കരഞ്ഞ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, നബിയേ, കാല് മുകൾ കോട്ടാക്കി തല കീഴിലിട്ട് അടിച്ചടിച്ചു പോകുന്ന ആ രംഗം മാർക്കാണ് നബിയേ, ഇതെങ്ങനെ നടക്കും നബിയേ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞ മറുപടി തിരിച്ചറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വഹാബ, ഭൂമി ലോകത്ത് നിങ്ങളുടെ കാൽപാദങ്ങൾ ഊന്നി നടക്കാൻ ആരാണോ നിങ്ങളുടെ കാലുകൾക്ക് ശക്തി തന്നത്, അതേ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് ഒരു കൂട്ടം ദുര്യോഗികൾക്ക് അവരുടെ തലയിട്ടടിച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേട് നൽകുമെന്ന് നബിയുനാ. പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടരുടെ കോലം എങ്ങനെയെന്നറിയോ? പട്ടികളെ പോലെ അവരുടെ നാവ് വലിച്ച് പിഴുതിട്ടുണ്ടാകും. ആ വലിച്ച് പിഴുതതിന്റെ മൃഗീയമായ അനുഭവത്താൽ അവരുടെ തൊള്ളയിൽ നിന്ന് പോലും ചോര ചീറ്റിത്തെറിക്കും. ആ ചോര ചീറ്റിത്തെറിക്കുന്ന രക്തങ്ങൾ അവരുടെ ശരീരത്തിലൂടെ ഒഴുകിയിട്ട് അത് ചാലിട്ട് കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ശരീരം മുഴുവൻ
മുഴുവനും വെട്ടിമുറിക്കപ്പെട്ട തരത്തിലായി, എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചോര ഒലിക്കുന്ന രൂപത്തിലായി അവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കുക, ചിന്തിക്കുക. നബി തങ്ങൾ പറഞ്ഞു, അതിൽ ഒരു കൂട്ടർ 14-ാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണ ശബളതയുടെ ചാരുതയുടെ പ്രതിബിംബമായ ചന്ദ്രബിംബം പോലെ തിളങ്ങുന്ന മുഖകമലങ്ങളോടുകൂടി കടന്നു വരുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു ആ ഭാഗ്യമുള്ള ജന്മങ്ങളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തിക്കണം. കടന്നു ചെന്നു, എങ്ങനെ പോണേന്നറിയോ? ഷോർട്ട് ഷർട്ടൊന്നും ഉണ്ടാവില്ല, പാന്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നാണം മറയ്ക്കാൻ ഒരു നൂല് പോലും അല്ല തരില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ സിറെന്നൊന്നും അറിയില്ല, നമുക്കറിയില്ല. അല്ല അവിടെ വെച്ച് വെളിവാക്കി തരുമ്പോൾ മനസ്സിലാക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒരാളും മറ്റൊരാളെ നോക്കൂല. നോക്കാൻ മനസ്സ് പാകപ്പെടണ്ടേ? ആയിഷ ബീബി ചോദിച്ചു, നോക്കോ നബിയെ? നോക്കാൻ കഴിയില്ല, മനസ്സ് പാകപ്പെടണ്ടേ നോക്കാൻ? ഇടിവെട്ടി തകർന്നിരിക്കുന്ന മനുഷ്യനെവിടെ നോക്കാൻ കഴിയുക? നോക്കൂല, നോക്കാനും പറ്റൂല. എങ്കിൽ പൂർണ്ണമായി നൂൽബന്ധമില്ലാതെ വിവസ്ത്രരായി ഒരു നൂല് കൊണ്ടുപോലും നാണം മറക്കാൻ അല്ല അനുവദിക്കാതെ കൊണ്ടുവരും മഹ്ശറയിലേക്ക്. 40 വർഷം ഉറങ്ങിയല്ലേ, എണീച്ചിട്ട് വെള്ളം കുടിക്കാൻ തോന്നുമല്ലോ, അപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നും. പക്ഷെ ഒരു തുള്ളി വെള്ളം റബ്ബ് തരുമെന്ന് കരുതരുത്. വല്ലാത്ത രംഗമാ മഹ്ശറയ്ക്ക്. ഇതുകൊണ്ടാ ഖുർആൻ ഇതിന് മാത്രം താക്കീത് തന്നത് ആ ലോകത്തെ സംബന്ധിച്ച്. നബിത്തങ്ങൾ ഇതിന് മാത്രം താക്കീത് തരാനുള്ള കാരണം അതാ, ആ ലോകത്തെ സംബന്ധിച്ച്. 40 വർഷം ഉറങ്ങി നമ്മൾ 8 മണിക്കൂർ ഉറങ്ങി എണീക്കുമ്പോൾ വെള്ളം കിട്ടണം. നമുക്ക് ഒന്ന് പല്ല് തേച്ച് നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോൾ ചായ കിട്ടിയിരിക്കണം. നമുക്ക് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് വെപ്രാളം വരും, ഇല്ലെങ്കിൽ നമുക്ക് പൊറുതികേട് വരും, നമുക്ക് അസഖ്യത വരും. ചിലർക്ക് വെള്ളം കിട്ടിയാൽ മതി, എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയാൽ മതി. ചിലർക്ക് ചായ തന്നെ വേണം, ഇത് കിട്ടിയേ പറ്റൂ. 40 വർഷം ഉറങ്ങിയവന്റെ വെള്ളത്തിനുള്ള ദാഹം ആലോചിച്ച് നോക്ക്. ആ ദാഹത്തോടു കൂടി എഴുന്നേക്കും, പക്ഷെ വെള്ളം അപ്രാപ്യമാ പ്രിയപ്പെട്ടവരെ. ഒരു തുള്ളി വെള്ളം കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു തത്വചിന്തകൻ സ്വന്തം സഹോദരൻ സുഹൃത്തിനയച്ച ലെറ്ററിൽ പറഞ്ഞത്, സഹോദര, ഒരു നാളിൽ നീ മരിക്കും. അതിന് ശേഷമുള്ള ഓരോ സെക്കൻഡിലും മരിക്കാൻ നീ കൊതിക്കും, പക്ഷെ മരണം നിനക്ക് അപ്രാപ്യമാണ്. കാരണം മഹ്ശറയിൽ എത്തുമ്പോൾ ഓരോ സെക്കൻഡിലും മരിച്ചാൽ മതിയായിരുന്നു കൊതിക്കും, പക്ഷെ മരിക്കില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ആകെ നിനക്കെത്തുന്ന ഒരു മരണത്തിന് വേണ്ടി പൂർണ്ണമായി നീ തയ്യാറെടുക്കുക. നല്ല സുന്ദരമായ വാക്ക് കുറിച്ചിട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മനസ്സിന്റെ ഉള്ളറയിൽ വളരെ മനസ്സിനെ തട്ടുന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത്. ആകെ ഒരു തവണ മരണം വരൂ, അതിന് തയ്യാറെടുത്തോ. കാരണം അതിന് ശേഷമുള്ള ഓരോ സെക്കൻഡിലും മരിക്കാൻ കൊതിക്കും, പക്ഷെ മരിക്കില്ല നീ. അതുകൊണ്ട് ആകെ കിട്ടുന്ന മരണത്തിന് തയ്യാറെടുക്കുക. ആകെ ഒന്നല്ലേ ഉള്ളൂ, തയ്യാറെടുത്ത് തന്നെ പോകണം എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ തന്നെ രക്ഷയില്ലാത്ത ലോകമാ, എന്നാൽ തന്നെ രക്ഷയില്ലാത്തത്. അതാ കൊണ്ടുവന്ന നിർത്തണം എവിടെയെന്നറിയോ? നേരെ കൊണ്ടുപോയി, സൂര്യൻ എന്നപ്പോൾ ഉണ്ടാവില്ല, നേരെ കൊണ്ടുപോയി മഹ്ശറയുടെ വിധാനത്തിലേക്ക് കൊണ്ടുചെന്ന് നിർത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തി നിറച്ചുകൊണ്ടൊരു നിർത്തുണ്ട്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് കൊണ്ടുചെന്നിട്ട് അള്ളാഹു താല നിർത്തുന്ന നൃത്തം എത്ര നാളത്തെ നൃത്തമെന്നറിയോ? 50,000 കൊല്ലത്തെ നൃത്തമല്ല നൃത്തം പ്രിയപ്പെട്ടവരെ. ഈ 50,000 കൊല്ലത്തിനിടയിൽ ചെമ്പഴന്തിക്കാർ ഒരുപാട് തവണ വെള്ളത്തിന് വേണ്ടി കൊതിക്കും, പക്ഷേ ലാ യശ്റബൂന വലാ യഅകുലൂൻ. ഒരു തുള്ളി വെള്ളം നിനക്ക് തരില്ലേ ഉമ്മ? ഒരു പിടി ഭക്ഷണം നിനക്ക് കിട്ടില്ലേ സഹോദരാ? ഒന്ന് കാല് കിടച്ചിട്ടിരിക്കാൻ പോലും റബ്ബ് നിന്നെ അനുവദിക്കില്ല. എന്റെ പിതാവിന് 4 റക്അത്ത് ഇശാ ഒന്ന് സാധാരണ പോലെ നിന്ന് നിസ്കരിക്കാൻ പോലും പ്രയാസമാണ്. എന്റെ ഉമ്മയ്ക്ക് നിസ്കരിക്കാൻ പ്രയാസമാണ്. നടുവേദന, ഊരവേദന, ഇരുന്നേ പറ്റൂ. അതുപോലെ തന്നെ ഇരുന്നേ പലതും ചെയ്യാൻ പറ്റൂ. യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല, നടുവേദനയാ. ഈ നടുവും വെച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുന്നത്, ഈ വയ്യാത്ത കാൽമുട്ടും വെച്ച് നിൽക്കേണ്ടി വരുന്നത്, ഈ ബലഹീനമായ ശരീരം വെച്ച് നിൽക്കേണ്ടി വരുന്നത് അള്ളാഹുവിന്റെ മഹ്ശറയിൽ 50,000 കൊല്ലമാണേ ഉമ്മ.
ഒരു തുള്ളി വെള്ളം നീ പ്രതീക്ഷിക്കണ്ട, ഒരു പിടി ഭക്ഷണം നീ പ്രതീക്ഷിക്കണ്ട. അവിടെ നിന്ന് തളരുന്നു. ലാ യൻദുറുല്ലാഹു ഇലൈഹിം, നിന്റെ നിലവിളി അല്ലാഹ് കേട്ടതായി പോലും നടിക്കില്ല. അല്ലാഹുക്ക് ഒരുപാട് സിർറുകളുണ്ട് അവിടെ, അല്ലാഹുവിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവിടെ. ലാ യൻദുറുല്ലാഹു ഇലൈഹിം, വെള്ളത്തിന് വേണ്ടി ദയനീയമായി നീ നിലവിളിക്കും, പക്ഷേ നിന്നിലേക്ക് അല്ലാഹ് തിരിഞ്ഞു നോക്കില്ല. യൗമ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ يوم لا تملك نفس لنفس شيئا يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. അതുകൊണ്ട് ജീവിതത്തെ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ നന്നാക്കിക്കോ. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു തിരിച്ചു നോക്കാതെ, തിരിഞ്ഞു പോലും നോക്കാതെ വരുമ്പോ പൊട്ടിക്കരയും, നിലവിളിക്കും, ഒരുപാട് കഴിയും. അവസാനം അല്ലാഹു പറയും, സൂര്യനെ കൊണ്ടുവരാൻ പറയും. സൂര്യനെ കൊണ്ടുവരും, കൊണ്ടുവന്ന് നിർത്തും. അല്ലാഹു തആല സൂര്യനെ വിളിച്ചിട്ട് വിചാരണ ചെയ്യും. നമ്മളെ കേൾപ്പിക്കേ, നമ്മളൊക്കെ പേടിച്ച് വിറച്ച് തകർന്നു നിൽക്കേ. ഈ മരണം എന്ന പ്രക്രിയ അന്നുണ്ടെങ്കിൽ 1000 തവണ ഓരോ സെക്കൻഡിലും മരിച്ചിട്ടുണ്ടാവും ചെമ്പഴന്തിക്കാര്. ലോകം, ഞാൻ ചെമ്പഴന്തി തന്നെ എടുത്തു പറയണം നമ്മളെ മനസ്സിന് തട്ടാൻ വേണ്ടിയിട്ടാ. അതിന് മാത്രം ഭീകരമായി നിൽക്കുമ്പോൾ സൂര്യനെ കൊണ്ടുവരാൻ പറയും. സൂര്യനെ കൊണ്ടുവരും, കൊണ്ടുവന്ന് നിർത്തി ഉടനെ അല്ലാഹു ചോദിക്കും, യാ ശംസ്. അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, വർഷങ്ങൾ കഴിഞ്ഞിട്ടായ സംഭവം. യാ ശംസ് ഹൽ അൻതി അമർതി ഇബാദി ലിസുജൂദി ലക്കി, നിനക്ക് സുജൂദ് ചെയ്യണമെന്ന് നീ എന്റെ അടിമകളോട് കൽപ്പിച്ചിരുന്നോ? വിചാരണ. ഈ സൂര്യനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് വിറവിറയ്ക്കും, ആണയിടും. ഫതഖിറു സാജിദ, അല്ലാഹുവിന് വേണ്ടി സുജൂദിലേക്ക് വീണിട്ട് പറയും, പടച്ചവനെ, ഇന്നോളം നീ എനിക്ക് നിശ്ചയിച്ചു തന്ന ധാരയിലൂടെ അല്ലാതെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല. അതുപോലും സഞ്ചാരം വിട്ടുകൊണ്ട് സഞ്ചരിക്കാത്ത ഞാൻ എങ്ങനെ നിന്റെ അടിമകളോട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറയുക? ഞാൻ പറഞ്ഞിട്ടില്ല തമ്പുരാനെ. അല്ലാഹു തആല അത് സത്യമാക്കും. അത് ആ വിശ്വസിച്ച ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു കാണിച്ചു കൊടുക്കേ, അറിയിച്ചു കൊടുക്കേ. അത് പൊളിച്ചടിക്കിയതിന് ശേഷം അല്ലാഹു തആല പറയും, ശരി, ഇവരുടെ മുകളിലേക്ക് കയറ്റി നിർത്താൻ പറയും. ഇവരുടെ മുകളിലേക്ക് ഇതിനെ കയറ്റി നിർത്താൻ പറയും. മലക്കുകൾ വരും. മലക്കുകൾ വന്നിട്ട് ഇതിനെ ഉയർത്തും. ഒരു നിയോൺ ബൾബ് കത്തിക്കുന്ന ലാഘവത്തോടു കൂടി കത്തിച്ചിടും. ഇന്നത്തെ 370 കോടി താപം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ബാലാർഖനെങ്കിൽ ഇതിന്റെ ഇതേ ചൂടിന്റെ 70 ഇരട്ടി പവർ കൊടുക്കും അന്ന് ഈ സൂര്യന്. ആലോചിച്ചോ, തൊട്ട് മുമ്പില് ഇത് എന്നെ മുമ്പിൽ ഇറക്കി തന്ന തീരും നമ്മൾ. ഇതിന്റെ 70 ഇരട്ടി പവർ കൊടുത്തിട്ട് തൊട്ട് മുകളിലങ്ങ് നിർത്തും, കത്തിച്ചിടും. അവിടെ നിൽക്കും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭീകരത പ്രിയപ്പെട്ടവരെ. വൽ മലക്കു അലാ അർജാഇഹാ, മലക്കുകൾ പോലും മനുഷ്യന്റെ ഭീകരത കണ്ട് തകർന്ന് പേടിച്ചരണ്ടു പോയിട്ട് മനുഷ്യന്റെ ഭീഭത്സാന്തരീക്ഷത്തിന്റെ ഇടയിലേക്ക് വീണുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പൂച്ചക്കുട്ടികളെ പോലെ അള്ളിപ്പിടിച്ച് ആകാശത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ അഭയം തേടി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മനുഷ്യനെങ്ങനെ ഒരുങ്ങുന്നു?